ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡോൺ ഓഫ് കോയിനേജ് ഇൻ കേരള. അതായത് കേരളത്തിൽ ഏറ്റവും ആദ്യം നാണയം വരുന്ന സാഹചര്യവും ഏറ്റവും ആദ്യത്തെ നാണയം നമുക്കെല്ലാം ജനറലി പറയാൻ സംഘകാല ചേര എന്ന് ജനറലി നമ്മളെല്ലാം പറയുന്നത്. ഞാൻ അതുവരെ ഉള്ള കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ചിലതൊക്കെ നിങ്ങൾക്ക് ബോറിംഗ് ആയിരിക്കാം, പക്ഷെ നിങ്ങളുടെ ഫീഡ്ബാക്കാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ്. കാരണം നിങ്ങൾക്ക് എന്താ എൻ്റെ കയ്യിൽ നിന്ന് കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ടത്, ഞാൻ ഏത് ആംഗിളിൽ കൂടെ പോകണം എന്നുള്ളത് അതാത് സമയത്ത് നിങ്ങൾ ഇന്റർഫിയർ ചെയ്ത് പറയുക. അതുപോലെ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കയ്യോടെ അതാത് സെക്ഷൻ, കാരണം നമുക്ക് പുറത്തുനിന്നുള്ള വളരെ ചുരുക്കം പേരേ ഉള്ളൂ, എല്ലാവരും ഇതിനകത്ത് നമ്മുടെ എല്ലാ അസോസിയേഷനിലുള്ളവർ ഒക്കെ തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഞാൻ പറയുന്നതിൽ ക്ലാരിറ്റി കുറവുണ്ട്, അല്ലെങ്കിൽ അത് വസ്തുതാപരമായിട്ട് യോജിക്കുന്നതല്ല, അങ്ങനെ എന്തെങ്കിലും ഫീൽ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇന്റർഫിയർ ചെയ്യുക. എന്തുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു കൺക്ലൂഷൻ എത്തും എന്നുള്ളത് ചോദ്യം ചെയ്യുന്നവരാണ്. അപ്പോൾ നിങ്ങളുടെ ഇന്ററാക്ഷനാണ് എനിക്ക് തീർച്ചയായിട്ടും ഞാൻ ഏത് ആംഗിളിൽ കൂടെ എങ്ങനെയൊക്കെ പോകുന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരുടെയും ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്കപ്പോൾ തുടങ്ങിയാലോ. ഒരു സ്ഥലത്ത് ഒരു പുതിയൊരു നാണയ വ്യവസ്ഥ വരണമെങ്കിൽ ചില സാഹചര്യങ്ങളൊക്കെ ഒത്തുവരണം, ചില കാരണങ്ങൾ വേണം. നമ്മുടേതായ കോയിൻ ഇല്ലാത്തതിന്റെ റീസണും അത് തന്നെയാണ്. അതായത് എനിക്ക് എൻ്റെ കോയിൻ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അങ്ങനെയാണെങ്കിൽ നല്ല സുഖ വഴിയാണ് നമുക്ക് എന്നെ വീട്ടിൽ നാണയം അടിക്കുക. അത് ഗവൺമെന്റ് റെഗുലേഷൻ മാത്രമല്ല, പല ഫാക്ടേഴ്സ് ഉണ്ട്. കാരണം ഞാൻ അടിക്കുന്നൊരു നാണയം ഞാൻ വേറൊരാൾക്ക് കൊടുത്താൽ ആൾക്കത് അക്സെപ്റ്റബിൾ ആകണമെന്നില്ല. അപ്പോൾ അത്തരം ഒരുപാട് കാര്യങ്ങളുണ്ട് ആദ്യമായിട്ടൊരു നാണയ വ്യവസ്ഥ ഉടലെടുക്കാനായിട്ട്. അത് നമ്മുടെ കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയൊക്കെ വരുന്നുള്ളത്, ആദ്യം ഞാൻ ഈ പോയിന്റ്സ് പറയുന്ന ഇൻഡെപ്ത് ആയിട്ട് പോകാൻ പറ്റില്ല, അത് ബോറിംഗ് ആയിരിക്കും. ഞാൻ പിന്നീട് വരുന്ന എക്സാമ്പിൾസ് കാണിച്ച് ആ കോണ്ടെക്സ്റ്റ് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കേരളത്തിന്റെ കോണ്ടെക്സ്റ്റ് ആകുമ്പോൾ, ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടതാകുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ഞാൻ എന്താണ് പറയുന്നത് എന്നുള്ളത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. ഞാനത് എനിക്ക് തോന്നുന്ന ഒരു സീക്വൻസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് എക്കണോമിക് ഡെവലപ്മെന്റ് ആണ്. അതായത് സാമ്പത്തികമായിട്ട് നമുക്കൊരു പുരോഗതി ഉണ്ടായിരിക്കണം. അതായത് സമ്പത്തിന്റെ ക്രയവിക്രയം ഉണ്ടെങ്കിൽ മാത്രമേ നാണയത്തിന്റെ ആവശ്യം വരുന്നുള്ളൂ. സാധാരണക്കാർക്ക് നാണയത്തിന്റെ ആവശ്യം തുടക്കത്തിലില്ല. നമ്മളിപ്പോ എല്ലാവരും കോയിൻസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ പോലും അടുത്ത കാലത്താണ് വരുന്നത്. നാണയം ഇല്ലാതിരുന്നുകൊണ്ട് മാത്രമല്ല, പൊതുജനങ്ങൾക്ക് നാണയത്തിന്റെ ആവശ്യമില്ല. ഇപ്പൊ എനിക്കൊക്കെ ഓർമ്മയുണ്ട്, അപ്പാപ്പനെയൊക്കെ സാലറി എന്ന് പറയുന്നത് 6 രൂപയായിരുന്നു, സർക്കാർ സാലറി. അത്രയും മൂല്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ വളരെ ചുരുക്കം പേർക്ക് അത്രയും തന്നെ ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. ബാക്കി എല്ലാവർക്കും അവരോരോ ഒരു പക്ഷെ കൂലിപ്പണിക്ക് പോകുന്നവർക്കാണെങ്കിലും അവർക്ക് ക്യാഷായിട്ടല്ല അവർക്ക് കയ്യിൽ കിട്ടുക. അവരിപ്പോൾ കൊയ്ത്തിന് പോകുന്നവരാണെങ്കിൽ നെല്ലായിട്ടായിരിക്കും കിട്ടുക. അങ്ങനെ അവർ ഏത് പണിക്ക് പോകുന്നോ അതുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കൂടുതലും നെല്ല് തന്നെയാണ് കൂടുതൽ കിട്ടുക. കാരണം ഈ കൊയ്ത്തുള്ള കാലത്ത് വയ്ക്കുന്ന നെല്ല് അതിൽ നിന്ന് കുറേശ്ശെ കൊടുക്കുക, അതായത് റെന്യൂമറേഷൻ ആയിട്ട് കൊടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു നാട്ടുനടപ്പ്. നമ്മൾ ബാർട്ടർ സിസ്റ്റം എന്ന് പറയുമെങ്കിലും 100% എന്തെങ്കിലും സാധനം കൊടുത്ത് എന്തെങ്കിലും വാങ്ങിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി പ്രാക്ടിക്കലി നടന്നിരുന്നത് ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് കോയിന്റെ ഒരു മോണിറ്ററി സിസ്റ്റം കൊണ്ടുവരാനാണെങ്കിൽ എക്കണോമിക്കലി അത്രയും ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് ഉണ്ടാകണം. അല്ലാതെ ഒരു വീട്ടാവശ്യത്തിന് വേണ്ടിയുള്ള, അത് അന്നത്തെ കാലത്ത് കൂട്ടുകുടുംബമായിരുന്നു. അപ്പൊ ഇന്നത്തെക്കാളും കൂടുതൽ വാല്യൂ അന്നത്തെ രീതിയിൽ നോക്കുമ്പോൾ സാധനങ്ങൾ കൂടുതൽ വേണ്ടി വന്നിരുന്നത് ശരിയാണെങ്കിൽ പോലും മിക്കവാറും അത്യാവശ്യം എല്ലാവർക്കും ഈൽഡ്സ് അവരവരെ ആ സ്ഥലത്തോ അല്ലെങ്കിൽ അവരെ തൊഴിലിൽ നിന്ന് കിട്ടുമായിരുന്നു. അതായത് ക്യാഷ് ആയിട്ടല്ല. ഈവൺ ഒരു 2500 വർഷം മുമ്പ് പേർഷ്യൻ സാമ്രാജ്യത്തെ പോലും, പേർഷ്യൻ സാമ്രാജ്യത്തെ ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ പറയുന്നത്, അന്ന് കാലത്ത് ഒരു പക്ഷേ ഏറ്റവും അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഇന്ത്യ അടക്കം ഭരിച്ചിരുന്ന അവർക്ക് പോലും നാണയ വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല. അവർ ഇന്ത്യയ്ക്ക് കീഴ്പ്പെടുത്തുന്ന സമയത്ത് അവർക്ക്
അതായത് 6th സെഞ്ചുറി BC 525-23 ആ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് പേർഷ്യൻ സാമ്രാജ്യത്തിനൊരു നാണയം വരുന്നത് തന്നെ. അപ്പൊ അതിനു മുമ്പ് ഇത്രയും വലിയ സാമ്രാജ്യം ആയിരുന്നെങ്കിൽ പോലും അവിടെ നാണയമില്ല, കോയിൻലെസ് എക്കണോമി ആയിരുന്നു. നമുക്ക് ഈജിപ്റ്റ് പിരമിഡൊക്കെ ഉണ്ടാക്കുന്നത് സ്ലേവ്സ് ആണ്. സ്ലേവ്സിന് ആഹാരം കൊടുക്കുന്നു, അവർക്ക് ബാർലി കൊടുക്കുന്നു, വൈൻ കൊടുക്കുന്നു, ആഹാരം കൊടുക്കുന്നു. വൈനല്ല, ബിയറാണ്. ഇത്രയാണ് അവർക്കുള്ള റേഷൻ എന്ന് പറയുന്നത്. അവർക്ക് റേഷനും റെന്യൂമറേഷനും തമ്മിൽ വലിയ വ്യത്യാസമില്ല. സ്ഥിരം സാലറി അല്ലെങ്കിൽ ഡെയിലി സാലറി ആണ് തന്നെയാണ് ഈ റേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് കോയിൻ ഇല്ലാതെ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. അപ്പൊ കേരളത്തിൽ കോയിൻ വരണം. അതിനുള്ള കാരണം ക്യാഷ് ട്രാൻസാക്ഷന്റെ ഒരു ആവശ്യകത വന്നു. അത് ഏത് സാഹചര്യത്തിലാണ് ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. രണ്ടാമത് പൊളിറ്റിക്കൽ പവർ ആൻഡ് സെൻട്രലൈസേഷൻ. പൊളിറ്റിക്കൽ പവർ എന്ന് പറയുമ്പോൾ ഒരു രാജാവ് എന്തിനു വേണ്ടി ഉണ്ടാകണം? രണ്ട് കാര്യത്തിലാണ്. ഒന്ന്, ജനങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം. ആ പ്രൊട്ടക്ഷന് വേണ്ടുന്ന ചെലവുകൾ കണ്ടെത്താനും സാധിക്കണം. അല്ലാതെ ഞാൻ രാജാവാണെന്ന് പറഞ്ഞാൽ എനിക്ക് അയക്കും, അപ്പുറത്താളും രാജാവാണ്, എല്ലാവരും രാജാക്കന്മാരാണ്. അല്ലാതെ ഞാൻ എന്നേക്കാൾ ഉയർന്ന ഒരു പദവി വേറെ ആൾക്ക് കൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി ആയിരിക്കണം. എനിക്ക് സംരക്ഷണം കിട്ടുന്നു, ഞാൻ അതിനു വേണ്ടി ഏതെങ്കിലും രീതിയിൽ ആ സ്റ്റേറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്നത്. അപ്പോ രാജാവ് ഒറ്റയ്ക്ക് ഉണ്ടാകുകയാണെങ്കിൽ എല്ലാവരും രാജാക്കന്മാരായിരിക്കും, എല്ലാ പ്രജകളും രാജാക്കന്മാരായിരിക്കും. അപ്പൊ ആ ഡിഫറൻസ് വരണമെങ്കിൽ ഒരു ലീഡർഷിപ്പ് ആവശ്യം വരുന്നു. ലീഡർഷിപ്പിന്റെ റെലവൻസ് ഉണ്ടാകണം. എനിക്ക് പ്രൊട്ടക്ഷന്റെ ആവശ്യമുണ്ട്. സാധാ പ്രൊട്ടക്ഷൻ അല്ല അപ്പൊ അവിടെ കൂടുതലും വരുന്നത്. കാരണം എന്നെ പ്രൊട്ടക്ട് ചെയ്തിട്ട് രാജാവിനൊന്നും കിട്ടാനില്ല. രാജാവ് പ്രൊട്ടക്ട് ചെയ്യുന്നത് എക്കണോമി എങ്ങനെയാണോ ഒറിജിനേറ്റ് ചെയ്യുന്നത് ആ സാഹചര്യത്തിനെയാണ് ശരിക്കും സ്റ്റേറ്റ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. അങ്ങനെ പ്രൊട്ടക്ട് ചെയ്താൽ മാത്രമേ, അതായത് രണ്ടാമതൊരു ഓപ്ഷൻ ഇല്ല, ട്രേഡ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഇല്ലാതെ ലോകത്ത് രണ്ടാമതൊരു എക്കണോമി ഇല്ല. ട്രേഡിൽ നിന്ന് മാത്രമേ ഇൻകം ഉണ്ടാവുള്ളൂ, പ്രൈമറി ഇൻകം. ട്രേഡിൽ നിന്ന് കിട്ടുന്ന ഇൻകം രണ്ടാമത് വീതിച്ചു കൊടുത്ത് സെക്കൻഡറി ആയിട്ട് നമ്മൾ ടാക്സ് കൊടുക്കുകയോ അല്ലെങ്കിൽ പല സ്റ്റേജസ് വരും. പക്ഷെ ബേസിക്കലി മണി ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഒരൊറ്റ വഴിയുള്ളൂ, ട്രേഡ്. രണ്ടാമതൊരു വഴിയില്ല ട്രേഡിന്. അപ്പോൾ ട്രേഡുണ്ട്, ട്രേഡിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. കാരണം ട്രേഡിന്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ വിൽക്കാൻ കുറച്ച് സാധനം ഉണ്ടെങ്കിൽ അത് എൻ്റെ കയ്യിൽ സുരക്ഷിതമായിട്ട് ഇരിക്കണമെങ്കിൽ ഒരുപക്ഷെ ഞാൻ മാത്രം വിചാരിച്ചാൽ പറ്റില്ല, എനിക്കൊരു പ്രൊട്ടക്ഷൻ വേണം. അതിനൊരു സ്റ്റേറ്റിന്റെ പ്രൊട്ടക്ഷൻ. ഈ സാധനങ്ങൾ ഞാൻ വിൽക്കാനായിട്ട് നിരത്തി വെച്ചാൽ അവിടെ ഇരിക്കുമെന്നോ വേറെ ആരും തട്ടിയെടുത്തുകൊണ്ട് പോവില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഒരു സ്റ്റേറ്റിന്റെ പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട് അവിടെ. അങ്ങനെ വരുമ്പോഴാണ് ഒരു പൊളിറ്റിക്കൽ പവർ, അത് സെൻട്രലൈസ്ഡ് പവർ ജനറേറ്റഡ് ആവുന്നത്. അതായത് പൊളിറ്റിക്കൽ പവർ വേണമെങ്കിലും ട്രേഡ് ഇല്ലാതെ പറ്റില്ല. എക്കണോമി ഇല്ലാതെ പൊളിറ്റിക്കൽ പവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും പറ്റത്തില്ല. ഇത് രണ്ടും അത്രമാത്രം ഇന്റർ ഡിപ്പെൻഡന്റ് ആണ്. ഞാൻ ഈ പറയുന്ന എന്തെങ്കിലും കൺഫ്യൂഷൻ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് ചോദിക്കണേ, മടിക്കരുത്. കാരണം കുറെ പേര് പരിചയക്കാരുണ്ട്, അല്ലാത്തവരും മടിക്കരുത്. മൂന്നാമത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉദ്ദേശിക്കുന്നത് ഒരു നാണയം ഇറക്കുന്നു, അപ്പൊ ആ മെറ്റൽ എങ്ങനെ ഉരുക്കണം, എത്ര വെയിറ്റില് അത് പീസാക്കണം, എന്തൊക്കെ ഡൈ ഉണ്ടാക്കണം, ഡൈ കട്ട് ചെയ്യാനുള്ള സ്കില്ല്, ടെക്നോളജി, അത് ഇല്ലാതെ ഒരിക്കലും ഒരു ഡൈ ഉണ്ടാക്കാൻ പറ്റില്ല, കോയിൻ ഇറക്കാൻ പറ്റില്ല. ഇത്രയും ഒരു സ്കില്ല്, അതാണ് ഇവിടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് എന്ന് പറയുന്നത്. ഈ അഡ്വാൻസ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിന് മുമ്പ് വരെ നമുക്ക് സ്കില്ല് ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ ആ സ്കില്ല് ഈ ഒരു കാര്യത്തിന് വേണ്ടി ആയിരുന്നില്ല നമ്മൾ യൂസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫീൽഡിൽ നമുക്ക് എക്സ്പീരിയൻസ് 0 ആണ്. അപ്പൊ 0യിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. സ്കില്ലില്ല എന്നല്ല, പക്ഷെ ഈ ഒരു രീതിയിൽ നമ്മളത് ആ സ്കില്ല് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. വോളിയം കൂടുതലാണോ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഇതിന്റെ ട്രേഡിന്റെ ഫസ്റ്റ് ഇത് ഞാൻ 3 പറഞ്ഞതിന്റെ എക്കണോമിക് ഡെവലപ്മെന്റ്, അതാണ് ഫസ്റ്റ്. ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നത്. ഇതിനകത്ത് സിഗ്നിഫിക്കൻറ്റ് ട്രേഡ് ഇന്റേണൽ ആകാം, എക്സ്റ്റേണൽ ആകാം.
ഇന്റേണലും എക്സ്റ്റേണലും ഉണ്ടെങ്കിലാണ് നമുക്ക് സഡൻ ആയിട്ട് ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. നമുക്ക് ഇന്റേണൽ ട്രേഡ് ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് അത്യാവശ്യം ബാർട്ടർ അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ, ഈവൻ ഒരു സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ പോലും എനിക്ക് 10,000 നിറച്ച് നെല്ലുണ്ട്, അതാരും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി എനിക്ക് സ്റ്റേറ്റിന്റെ പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട്. അപ്പോഴും എനിക്ക് കോയിന്റെ ആവശ്യം വരുന്നില്ല, സ്റ്റേറ്റ് ഇത് കോയിനേജിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ ഇതിനകത്ത് പറയുന്നത് ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ, ഓർ എന്നല്ല പറയുന്നത്, ബോത്ത് ആണ്. അതായത് പുറത്തുനിന്നുള്ള ഒരു ട്രേഡും കൂടെ വരണം. നമ്മൾക്കിപ്പോ ഒരു പർട്ടിക്കുലർ പൊളിറ്റിക്കൽ എൻറ്റിറ്റി നമ്മുടെ മനസ്സിൽ ഇപ്പൊ കേരള ആണെന്ന് വെച്ചോ, കേരളത്തിനകത്ത് ട്രേഡ് ഉണ്ടായതുകൊണ്ടും ഉണ്ടാകത്തില്ല. പക്ഷെ കേരളത്തിലകത്ത് ഒരു വസ്തു പുറത്ത് കൊടുക്കാനുണ്ടാകണം. പുറത്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് പുറത്തൊരു വസ്തു വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം കൊടുക്കാനുണ്ടാകണം എന്തെങ്കിലും, എന്നാൽ മാത്രമേ നമ്മുടെ കയ്യിൽ വേറെ സാധനം വാങ്ങിക്കാനുള്ള കാശ് എന്തെങ്കിലും ബാർട്ടർ മേ ബി നമ്മുടെ കയ്യിൽ ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ കോയിൻ എക്കണോമി വരത്തില്ല, ബാർട്ടർ എക്കണോമി മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. അപ്പോൾ എക്സ്റ്റേണൽ ആയിട്ട് വരുമ്പോഴാണ് ഒരു മീഡിയർ വേണം. അതായത് രണ്ടുപേർക്കും, കൊടുക്കുന്ന ആൾക്കും വാങ്ങിക്കുന്ന ആൾക്കും വേണം. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ കോയിനേജിന്റെ റെലവൻസ് വരുന്നുള്ളൂ. അത്രയും നാൾ നമ്മൾ പറഞ്ഞു എന്തൊക്കെ വലിയ വർക്ക് ഈവൻ പിരമിഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ പോലും, അതായത് നൂറ്റാണ്ടുകൾ വേണ്ട, പതിറ്റാണ്ടുകൾ കൊണ്ടാണ് പല പിരമിഡ്സും ബിൽഡ് ചെയ്യുന്നത്. പക്ഷെ അതിനൊന്നും ഒരു ക്യാഷ് മണി എന്നുള്ളതോ പ്രിമിറ്റീവ് മണി എന്നുള്ളത് പോലും അതിനകത്ത് യൂസ് ചെയ്തതായിട്ട് നമുക്ക് ഒരു റെക്കോർഡ്സും കിട്ടുന്നില്ല. ആ സമയം അവർക്ക് ഫുഡ് കൊടുക്കുന്നു, നല്ല ഫുഡ് സ്ലേവ്സിനെ കൊടുത്തിരുന്നു. സ്ലേവ്സ് അല്ല എന്തെങ്കിലും കൊടുത്താൽ മതി, അങ്ങനെയൊന്നുമല്ല. വളരെ നല്ല ഫുഡ് കൊടുത്തു, എന്നാൽ മാത്രമേ അവർക്ക് ഹെൽത്ത് ഉള്ളൂ. ഈ ഹെൽത്ത് തന്നെയാണ് അവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ്. പിന്നെ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്, ഒരു ട്രേഡ് ഡെവലപ്പ് ചെയ്യുമ്പോൾ എനിക്ക് ആഹാരം കഴിക്കാൻ വേണ്ടി ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുകയാണെങ്കിൽ, എനിക്കോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് മാത്രമാണ് ഫുഡ് ഉണ്ടാകുന്നതെങ്കിൽ, എല്ലാവർക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡറി സ്റ്റേജിലേക്കോ ഒരു ട്രേഡ് എന്നുള്ള രീതിയിലേക്കോ പോകില്ല എക്കണോമി. എനിക്ക് എന്തെങ്കിലും സർപ്ലസ് ഉണ്ടായിരിക്കണം ഒരാൾക്ക് കൊടുക്കാൻ, എന്നാൽ മാത്രമേ എനിക്ക് കൊടുത്തിട്ട് വേറൊന്ന് വാങ്ങിക്കുക എന്നുള്ളൊരു ചോദ്യം ഉദിക്കുന്നുള്ളൂ. ആ ഒരു സാഹചര്യമാണ് നമ്മൾ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ലേബർ, ഞാനൊരു പർട്ടിക്കുലർ പണി ചെയ്ത് എനിക്ക് ഒരു സർപ്ലസ് റിസൾട്ട് ഉണ്ടായി, അതെനിക്ക് കൊടുക്കാൻ തയ്യാറാകാം. എനിക്ക് സർപ്ലസ് ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് ആഹാരത്തിന് കഷ്ടിമുഷ്ടി ഉള്ളെങ്കിൽ എനിക്കൊന്നും കൊടുക്കാനുണ്ടാകത്തില്ല. അപ്പോൾ അത് കൈമാറ്റം ചെയ്യേണ്ട സമയം അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകണം. ഈ കൈമാറ്റം ചെയ്യുന്ന സാധനത്തിന് കേരളത്തിന് പുറത്തും ഡിമാൻഡ് ഉണ്ടാകണം. എന്നാൽ മാത്രമേ ആ ഒരു ട്രേഡ് ഇനിഷ്യേറ്റഡ് ആകുന്നുള്ളൂ. അടുത്തത് സ്ട്രോങ് സെൻട്രൽ അതോറിറ്റി. 2-3 കാര്യത്തിനാണ്. ഒന്ന് മിൻറ്റിങ് എന്ന് പറയുമ്പോൾ നമുക്ക് കൈ കിട്ടുന്ന കോയിൻസ് ഉണ്ടാക്കുന്നതിന് നമ്മൾ ഇന്ന മെറ്റല്, അതിന് ഇത്ര മാറ്റ്, ഇത്ര വെയിറ്റ്, അത് കൺഫേം ചെയ്യാൻ, അതായത് കോയിൻ എന്ന് പറയുന്ന 2 കാര്യമാണ്, മാറ്റ്, തൂക്കം. ഇത് രണ്ടുമാണ് അത് കൺഫേം ചെയ്യുന്നത്. വേറെ ഒന്നും ഒരു കോയിൻ, ഇന്നത്തെ കാലത്തെ കൺസെപ്റ്റ് അല്ല പറയുന്നത്. ഇന്നത്തെ കാലത്തെ കൺസെപ്റ്റും ഇൻട്രിൻസിക് വാല്യൂയും തമ്മിൽ ഒരു ലിങ്കും ഇല്ല. തുടങ്ങുന്ന സമയത്ത് 2 കാര്യമാണ് കൺഫേം ചെയ്തിരുന്നത്. ഒന്ന് അതിന്റെ മാറ്റ്, 2 അതിന്റെ തൂക്കം. അങ്ങനെ വരുമ്പോൾ ഒരു വാല്യൂ വരും ഓട്ടോമാറ്റിക്കായിട്ട്. ആ വാല്യൂ ആണ് ഒഫീഷ്യൽ സീലിംഗിലൂടെ ഒരു ഗ്യാരണ്ടി ചെയ്യുന്നത്, ആ നാണയത്തിന്റെ മൂല്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു സെൻട്രൽ അതോറിറ്റി വേണം. നമ്മുടെ അവിടെ അത് ചേരന്മാരാണെന്ന് വെച്ചോ. കാരണം ചേരന്മാർക്കും പാണ്ഡ്യന്മാർക്കും കേരള ചരിത്രത്തിൽ ഒരുപാട് സ്ഥാനമുണ്ട്. ജനറലി നമ്മൾ പാണ്ഡ്യന്മാരെ കാര്യത്തെ പറ്റി ചിന്തിക്കത്തില്ല. നമ്മുടെ ഹിസ്റ്ററിയിൽ ആരും അത് റെഫർ ചെയ്ത് കാണുന്നില്ല. പക്ഷേ നമുക്ക് റെഫറൻസുകളെല്ലാം കാണാം. പെരിയാറിന്റെ വടക്കും ചേരന്മാർക്ക് ആധിപത്യം ഉണ്ടായിരുന്നു. എന്നാൽ പമ്പ മുതൽ പെർമനന്റ് ആയിട്ടും പമ്പയും പെരിയാറും വരെ പലപ്പോഴും പാണ്ഡ്യന്മാരുടെ കയ്യിലായിരുന്നു. ഈവൻ മുസ്ലിസ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ചേരന്മാരുടെ കോട്ടം പറയും. കാരണം നമ്മൾ പറയാൻ ഇഷ്ടപ്പെടുന്നത് മലയാളി എന്ന് പറഞ്ഞാൽ ചേരനായിട്ട് നമ്മുടെ മനസ്സ് ഓൾറെഡി തമ്മിൽ ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഐഡന്റിറ്റി ആയിട്ട് മാറിയതുകൊണ്ടാണ് നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നത്. പക്ഷെ മുസ്ലിസ് പലപ്പോഴും പാണ്ഡ്യന്മാരുടെ കീഴിലായിരുന്നു. ടോളമീന്റെ പെരിപ്ലസ് ഒക്കെ പറയുന്ന സമയത്ത് സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ഇപ്പൊ ഇന്ന ആളുടെ കയ്യിലാണ്, അതായത് നേരത്തെ ഇന്ന ആളുടെ കയ്യിലായിരുന്നു.
ഇവർ തമ്മിലായിരുന്നു ആ കോമ്പറ്റീഷൻ എന്ന്. എന്നാൽ പമ്പയുടെ കിഴക്കല്ല തെക്കോട്ടേക്ക് പാണ്ഡ്യന്മാരും പിന്നെ തെക്കേ അറ്റത്ത് ആയി ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു. ആഴി എന്നാണ് പെരിപ്ലസിൽ പറയുന്നത്. പക്ഷെ ഈ ആഴോയി അവരുടെ ഒരു നാണയം നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പൊ നാണയങ്ങളുടെ കാര്യത്തിൽ നോക്കുമ്പോൾ കേരളത്തിനകത്ത് പ്രബലമായിട്ട് വരുന്ന രണ്ട് ഇതാണ്, ഒന്ന് ചേരൻ, ഒന്ന് പാണ്ഡ്യൻ. ഈ രണ്ട് ഇതും നമ്മൾ സ്ട്രോങ് സെൻട്രൽ അതോറിറ്റി എന്നുള്ളതിൽ നമ്മുടെ കോണ്ടക്സ്റ്റ് വരുന്നു. രണ്ടാമത് ടാക്സേഷൻ. ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് പൊതുജനങ്ങൾക്കുള്ളതല്ല, ട്രേഡേഴ്സിന് മാത്രമാണ്. ട്രേഡേഴ്സ് എന്തിന് ടാക്സ് കൊടുക്കുന്നു? ട്രേഡിൽ വയ്ക്കുന്ന വസ്തുക്കളുടെ പ്രൊട്ടക്ഷൻ. അതായത് കുറച്ച് വിലവെടുപ്പുള്ള സാധനം ഇവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം, വഴിയിൽ ആരെങ്കിലുമൊക്കെ തട്ടിയെടുത്തുകൊണ്ട് പോവാം. അപ്പോൾ അതിനൊരു പ്രൊട്ടക്ഷൻ വേണം, അതിനുള്ള ഒരു കൂലി ട്രേഡേഴ്സ് കൊടുക്കുകയും ചെയ്യും. ആ ഒരു ഇതാണ് ടാക്സേഷൻ എന്ന് പറയുന്നത്. അതായത് അവർക്ക് അവരുടെ തന്നെ കുറച്ച് പ്രൊട്ടക്ഷനുള്ള ആളുകൾ കാണും, കൂട്ടത്തിൽ സ്റ്റേറ്റിന്റെ പ്രൊട്ടക്ഷൻ. സ്റ്റേറ്റിൽ ലോ ആൻഡ് ഓർഡർ ഇല്ല എങ്കിൽ ട്രേഡ് നടക്കില്ല. കാരണം ട്രേഡിന് എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ, അത് ഹൈ വാല്യൂ സാധനമാണ് ട്രേഡ് ചെയ്യുന്നത്. മിലിറ്ററി ഫണ്ടിങ്. ഈ മിലിറ്ററിയുടെ ഉദ്ദേശം രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, നമുക്കിവിടെ എക്കണോമി ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ ഈ എക്കണോമി തട്ടിപ്പറിക്കാൻ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം മുസ്ലിംസിൽ ട്രേഡ് നടക്കുന്നു, മുസ്ലിംസിൽ ട്രേഡ് നടക്കുമ്പോൾ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നു. കാരണം കപ്പൽ അവിടെ നങ്കൂരം ഇടുന്നതിന് നമുക്ക് ചാർജസ് ഉണ്ട്, അതിനകത്ത് അവർ കൊണ്ടുവന്ന സാധനങ്ങൾ ഇറക്കുന്നതിന് ചുങ്കമുണ്ട്, ഇവിടെ നിന്ന് കൊടുക്കുന്നതിന് ചുങ്കമുണ്ട്. അപ്പോൾ അതിന് പുറമെയാണ് ഇവർക്ക് കൊടുക്കുന്ന പ്രൊട്ടക്ഷന്റെ ഫീസ് വരുന്നത്. അപ്പൊ എക്കണോമി നന്നായിട്ട് ഇൻകം വന്നു തുടങ്ങുമ്പോൾ തൊട്ടടുത്തുള്ളവർ നമ്മളെ സംബന്ധിച്ച് പാണ്ഡ്യന്മാരാണ്, കോമ്പറ്റീറ്റീവ് ആയിട്ട് പാണ്ഡ്യന്മാരും ചേരന്മാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റ് ചെയ്യുന്നത്. അപ്പൊ അവർക്കൊരു തോന്നലുണ്ട്, അവർക്ക് ഒരു തമ്മിലൊരു കോമ്പറ്റീഷൻ, അതായത് അവർക്ക് ഇൻകം ഉണ്ട്, ആ ഇൻകം എങ്ങനെയൊക്കെ എനിക്ക് തട്ടിപ്പറിച്ചെടുക്കണം. അപ്പൊ അതാണ് അവിടെ വരുന്നത്. ഒരു എനിക്ക് ഒരു കോമ്പറ്റീഷൻ വരുന്നു. മിലിറ്ററി ഫണ്ട് ഞാൻ പറഞ്ഞു, അപ്പൊ പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആർമി വേണം, ഈ ആർമിക്കൊക്കെ കൊടുക്കാനുള്ള എന്തെങ്കിലും സാധനങ്ങൾ കയ്യിൽ വേണം. നമുക്ക് പണ്ട് ട്രേഡ് ഇല്ലായിരുന്നപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആഹാരസ്ഥാനം കൊടുത്താൽ മതി. ലോകം മുഴുവൻ കീഴടക്കിയ പേർഷ്യൻ ആർമിക്കും ഞാൻ നേരത്തെ പറഞ്ഞു ക്യാഷ് വെച്ചല്ല അവർക്ക് പേ ചെയ്തിരുന്നത്. അവര് നമ്മളെല്ലാം ഈവൻ അവരുടെ എംപയർ ഓൾമോസ്റ്റ് മാക്സിമം ആയതിനു ശേഷമാണ് അവർ ആദ്യമായിട്ട് കോയിൻസ് ഇഷ്യൂ ചെയ്ത് തുടങ്ങിയത്. പിന്നെ സ്റ്റേറ്റ് റെക്കഗ്നേഷൻ. ദ ഗവൺമെന്റ് മസ്റ്റ് ബി റെക്കഗ്നൈസ്ഡ് ബൈ ഇറ്റ്സ് പീപ്പിൾ ആൻഡ് അതർ നേഷൻസ് ആസ് ലെജിറ്റിമേറ്റ്. അതായത് ഞാൻ തന്നെ അക്സെപ്റ്റ് ചെയ്യണം ഇവരെന്റെ രാജാവാണ്. ഞാനെന്ന് പറയുമ്പോൾ പൊതുജനങ്ങളല്ല അതിനകത്ത് വരുന്നത്, ട്രേഡേഴ്സ് മാത്രമാണ്. പൊതുജനം അക്സെപ്റ്റ് ചെയ്താലും കൊള്ളാം, അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും കൊള്ളാം, ഇറലവൻ്റ് ആണ്. ഞാൻ അതിന് ചിലപ്പോൾ തന്നെ വരും. അതുകൊണ്ടാണ് വരട്ടെ, അതുവരെ ഞാൻ പറയുന്നത് ഞാൻ ശരിക്കുള്ള ഇത് വരുമ്പോഴത്തേക്ക് അത് ശരിയാവും തോന്നുന്നില്ല, ഞാൻ ശരിയാക്കാം. അപ്പോൾ ആ സമയത്ത് വരുന്ന സ്റ്റേറ്റിനെ റെക്കഗ്നൈസ് ചെയ്യാം, അത്രയും സ്ട്രോങ് ആയിരിക്കണം. അതായത് ജനങ്ങളും ട്രേഡേഴ്സ് ഒരു കോൺഫിഡൻസ് ഉണ്ടാകണം. അതുവഴി കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെർച്ചൻഡൈസ് ഒന്നും ഡാമേജ് ഉണ്ടാകത്തില്ല, ആരും തട്ടിപ്പറിച്ചുകൊണ്ട് പോകത്തില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകണം. അപ്പോൾ അതാണ് സ്റ്റേറ്റ് റെക്കഗ്നീഷൻ എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മുസ്ലിംസിലേക്ക് ഒരു കപ്പൽ വരുന്നു, എന്ത് ധൈര്യത്തിലാണ് അവിടെ കപ്പൽ അവിടെ നങ്കൂരിടാൻ ഫീൽ ചെയ്യുന്നത്? കാരണം അവർക്ക് ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി വേണം. അവിടെ നങ്കൂരം ഇട്ട് കഴിഞ്ഞാൽ യാതൊരു രീതിയിലും ആരും തട്ടിപ്പറിച്ചുകൊണ്ട് പോകത്തില്ല. കാരണം നമ്മുടെ അവിടെ തന്നെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, മുസ്ലിംസിന് പകരം വേറൊരു സ്ഥലത്താണ് കപ്പൽ അടുത്തത്, അത് ചേരന്റെ വിധി പെട്ടതല്ലെങ്കിൽ അവിടെ ഉള്ളൊരു കൊള്ള ചെയ്യും. കാരണം അന്നത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ആ കപ്പല് ഞങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അങ്ങനെയാണ് ദൈവം അതിനെ ഇങ്ങോട്ടേക്ക് വഴിതെറ്റിയോ കാറ്റടിച്ചോ എങ്ങനെയാണെങ്കിലും വന്നത് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉള്ളപ്പോൾ തീർച്ചയായിട്ടും കപ്പലുകാരൻ ചിന്തിക്കും, ഇന്ന പോർട്ടിൽ പോയിട്ട് നങ്കൂര് വിട്ട് കഴിഞ്ഞാൽ സേഫ് ആണോ? അതായത് അത്രയും സേഫ് ആണെന്ന് ആൾക്ക് തോന്നണമെങ്കിൽ അതുപോലത്തെ ഒരു സ്ട്രോങ് ഗവൺമെന്റ് ഇവിടെ ഉണ്ടാകണം. അതായത് റെക്കഗ്നൈസ്ഡ് ബൈ അതേഴ്സ്. അതാണ് അവിടുത്തെ പോയിന്റ്.
ഇനി ഞാൻ നേരത്തെ പറഞ്ഞതിൽ തന്നെ മെറ്റലർജി, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, മെറ്റലർജി, മിൻറ്റിംഗ് ടെക്നിക്സ്. ഞാൻ നേരത്തെ കുറച്ച് പറഞ്ഞു. മെറ്റലർജി എന്ന് പറഞ്ഞാൽ നമുക്ക് 2-3 ഫാക്ടർ ഉണ്ട്. ഫസ്റ്റ്, ഏത് മെറ്റലിൽ ഉണ്ടാക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. രണ്ടാമത്, മെറ്റൽ നമുക്ക് അവൈലബിൾ ആയിരിക്കണം. അത് ഒരുക്കാനും വെയിറ്റ് ഇൻഡിപെൻഡന്റ് ഓരോന്നും കറക്റ്റ് വെയിറ്റും തൂക്കി എടുക്കാൻ പറ്റുന്നതും അതിനുശേഷം ആ ഷേപ്പ് വരുത്താനും അതിൽ മിൻറ്റ് ചെയ്യാനും ഉള്ള ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്. അത് മെറ്റലർജി ആണ് ബേസിക്, അത് ഫസ്റ്റ് വരുന്നത്. സെക്കൻഡ് ആണ് മിൻറ്റിംഗ് ടെക്നിക്സ് വരുന്നത്. നമുക്ക് ആദ്യം അറിയാം, നമുക്ക് പഞ്ചമാർക്ക് കോയിൻസ് ഉണ്ടായിരുന്നു. ലേറ്റർ പീരീഡ് ആണ് അല്ലാത്ത എന്തെന്നാ പറയുന്ന ഫുൾ ഫ്ലാൻഡ് ഒരു ഡൈ ഉണ്ടാക്കി ചെയ്തിരുന്നത്. ഇനി ഇതിനകത്ത് കുറച്ച് കൾച്ചറൽ ഫാക്ടേഴ്സും കൂടെ ഉണ്ട്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോറിംഗ് സൈഡ് മാറും. അപ്പോഴത്തേക്കും എനിക്ക് ആക്ച്വൽ പോയിന്റ്സ് ഇത്രയും കോൺടെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ഈസിയാണ്. നീഡ് ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ഷെയർഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാല്യൂ ആൻഡ് ഡിസയർ ഫോർ എ കൺസിസ്റ്റന്റ് ആൻഡ് റിലയബിൾ ഫോം ഓഫ് എക്സ്ചേഞ്ച്. അതായത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കണം, എല്ലാവർക്കും ഇന്നതാണ് അതിന്റെ വാല്യൂ എന്ന് അറിയാവുന്നതും അവരെല്ലാം കൈമാറ്റം ചെയ്യാൻ തയ്യാറാവുന്നതായിരിക്കണം. എന്നാൽ മാത്രമേ കോയിൻ എന്നുള്ള രീതിയിൽ അതിന് ട്രാൻസാക്ഷന് പോസിബിലിറ്റി ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയെന്ന ഒരു കോയിൻ വേറെ ആരും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ ഞാൻ അവിടെ കോയിൻ എന്നും പറഞ്ഞ് വെച്ചിട്ട് കാര്യമില്ല, അത് നടക്കില്ല. സിംബോളിക് ഇമ്പോർട്ടൻസ്, അതാണ് കൾച്ചറൽ ഫാക്ടേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതിനകത്ത് ചേരന്മാരാണെങ്കിൽ ബോനാരോ അല്ലെങ്കിൽ ആന, അങ്ങനെ ഓരോ സിംബൽസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് കൊണ്ടുവരും. അത് ആ പർട്ടിക്കുലർ രാജ്യത്തിന്റെ കൾച്ചറൽ ഐഡന്റിറ്റിയാണ്. അങ്ങനെ ഒരെണ്ണം നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനും അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനും ആ സിംബൽ യൂസ് ചെയ്ത് നമ്മുടെ ഐഡന്റിറ്റി ഹൈലൈറ്റ് ചെയ്യാനും അത് അതോറിറ്റിയുടെ എംപ്ലോയ് ആയിട്ട് മാറ്റാനും സാധിക്കും. അതാണ് കൾച്ചറൽ ഫാക്ടറായിട്ട് ഉദ്ദേശിക്കുന്നത്. സോറി, കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ ആമുഖമായിട്ട് കുറച്ച് തിയറി പറഞ്ഞു, കുറച്ച് ബോറിംഗ് ആയിരുന്നു എന്ന് എനിക്കറിയാം. ഇനി നമ്മൾ പോകുന്നത് ആക്ച്വൽ കോയിൻസിലേക്കാണ്. നമുക്ക് കേരളത്തിലെ ഏറ്റവും പഴയതായിട്ട് കിട്ടിയിരിക്കുന്ന കോയിൻ എന്ന് പറയുന്നത് ഈ കാണുന്ന കോയിനാണ്, ടോളമി II ഫിലാഡൽഫസിന്റെ. ഇത് ടോളമി ഈജിപ്ഷ്യൻ ഭരണാധികാരിയായിരുന്നു. ഏതാണ്ട് 4th സെഞ്ചുറി BC ആണ് ആക്ച്വലി ടോളമി II ഫിലാഡൽഫസ്. ഇദ്ദേഹമായിരുന്നു ബെർണിക്ക എന്നുള്ളൊരു തുറമുഖം ഫോം ചെയ്യുകയും അവിടെ നിന്ന് പലയിടത്തേക്കും ട്രേഡ് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെ, അതുകൊണ്ട് മാത്രമാണ് ബെർണിക്ക എന്നുള്ളൊരു പോർട്ട് ഫോം ചെയ്തത്. ബെർണിക്കയിലത്തെ പോർട്ടിൽ നിന്ന് പലയിടത്തേക്കും കപ്പലുകൾ അയച്ച് ട്രേഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ കൊണ്ടാവുന്നതൊക്കെ ചെയ്തു. ഇത്തരം കോയിൻ അടുത്ത കാലത്ത് ഇന്തോനേഷ്യയിൽ നിന്നും കിട്ടി. അതായത് അന്ന് കാലത്തെ അവിടം വരെ ഈജിപ്തിൽ നിന്ന് ഇന്തോനേഷ്യ വരെ ഒരു ട്രേഡ് റൂട്ട് അറ്റ്ലീസ്റ്റ് അവർ മനസ്സിലാക്കിയിരുന്നു. എത്രമാത്രം അവരത് യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നിന്നും അവിടെ നിന്നും ഒക്കെ നാണയങ്ങൾ കിട്ടിയിരിക്കുന്നുണ്ട്. ഈ നാണയം ഏതാണ്ട് 30 ഗ്രാമോളം വെയിറ്റ് ഉള്ള ഒക്ടാഡ്രം ആണ്. ഒക്ടാഡ്രം എന്ന് പറഞ്ഞാൽ 8 ഡ്രം വാല്യൂ ഉള്ള നാണയങ്ങളാണ്. അപ്പോൾ ഹൈ വാല്യൂ നാണയങ്ങളാണ്, തനി തങ്കമാണ്. അപ്പോ ആ വാല്യൂവിനുള്ള കച്ചവടം അന്ന് കാലത്ത് നടന്നിരിക്കുന്നു. ഇത് കിട്ടിയിരിക്കുന്നത് വിഴിഞ്ഞം അടുത്തുനിന്നാണ്. ഒരൊറ്റ പീസേ കിട്ടിയിട്ടുള്ളൂ. ഇത് ഞാൻ പവർ പോയിന്റിലാണ് ചെയ്തിരിക്കുന്നത്. പവർ പോയിന്റ് ഇതിൽ ഇല്ലാത്തതുകൊണ്ട് കാൻവ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് പ്രോബ്ലംസ് കാണുന്നുണ്ട് ഇതിൽ. അതിൽ ഒബ്വേഴ്സ് ഉള്ളത് ടോളമി II അദ്ദേഹത്തിന്റെ വൈഫ് അരിസ്റ്റനോ II എന്ന് പറയുന്ന ഇവര് രണ്ടുപേരും കൂടെ തലയാണ് ഒരു സൈഡിലുള്ളത്. മറ്റേ സൈഡിൽ ടോളമി I, അതായത് ടോളമി IIന്റെ ഫാദർ ബെർണിക്കയുടെ, അതായത് ടോളമി രണ്ടാമന് ഫിലാഡൽഫസ് എന്നാണ് പറയുന്നത്. ടോളമി I സോട്ടർ എന്നാണ് പറയുന്നത്. സോട്ടറിന്റെ വൈഫാണ് ബെർണിക്ക. ടോളമി II ഫിലാഡൽഫസിന്റെ അമ്മയാണ് ബെർണിക്ക. ഈ ബെർണിക്കയുടെ പേരിലാണ് പിന്നീട് ലോക പ്രശസ്തമായ പോർട്ട്. ഇപ്പോഴും അവിടെ എക്സ്കവേഷൻസ് നടക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് മുസ്ലിംസുമായിട്ട് ബന്ധപ്പെട്ട
കുരുമുളക് മാത്രമല്ല പല സാധനങ്ങളും കിട്ടുന്നുണ്ട്. ഞാൻ അതിനെപ്പറ്റി കുറച്ചൊക്കെ ഞാൻ അവസാനം വിവരിക്കാം. ഇത് 27.57 ഗ്രാം ഉണ്ട്. അലക്സാൻഡ്രിയയിലാണ് ഇത് മിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അന്ന് കാലത്ത് തന്നെ ഈജിപ്തിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെപ്പോഴും റോമൻ ട്രേഡ് എന്ന് പറയുമ്പോഴും റോമക്കാര് റോമിൽ നിന്ന് ഡയറക്റ്റ് ഷിപ്പിലല്ല അങ്ങോട്ട് വന്നിരിക്കുന്നത്. അവര് മെഡിറ്ററേനിയൻ കടലിലുള്ള റോമിന്റെ പോർട്ടിൽ നിന്ന് ഈജിപ്തിന്റെ നോർത്തേൺ എൻഡിലുള്ള അലക്സാൻഡ്രിയയിലുള്ള മെഡിറ്ററേനിയൻ തീരത്തുള്ള പോർട്ട് വരെ അവരെത്തുന്നു. എന്നിട്ട് അലക്സാൻഡ്രിയയിൽ തന്നെ നൈലിന്റെ മുഖമാണ്, നൈല് വടക്കോട്ട ഒഴുകുന്നത്, അതിന്റെ മുഖമാണ് അലക്സാൻഡ്രിയ പോർട്ട്. ആ ഭാഗത്താണ്, ഡെൽറ്റയിലാണ് അലക്സാൻഡ്രിയ പോർട്ട്. ഈ നൈലിൽ കൂടെ വന്ന് ബെർണിക്ക എന്ന് പറയുന്നത് റെഡ് സീയുടെ ഭാഗത്തുള്ള പോർട്ടാണ്. ഈ ബെർണിക്കയിൽ നിന്നാണ് വീണ്ടും കപ്പലില്, അതായത് ബെർണിക്ക എന്നുള്ള ഈജിപ്തിലാണ്, ഈജിപ്ഷ്യൻ കപ്പലുകളാണ് നമ്മുടെ മുസ്ലിംസിൽ വന്നത്, റോമൻ കപ്പലുകളല്ല. കാരണം റോമിൽ നിന്ന് ഡയറക്റ്റ് വരുന്നില്ല, റോമക്കാർക്ക് വേണ്ടി വരുന്നു. പക്ഷെ ഈ സ്റ്റേജില് ഈജിപ്ഷ്യൻസ് ഈജിപ്തുകാർക്ക് തന്നെയാണ് വരുന്നത്. ഈ ടോളമി എന്ന് പറയുന്നത് ഈജിപ്തുകാരനല്ല. അലക്സാണ്ടർ ഈജിപ്ത് കീഴ്പ്പെടുത്തി കഴിഞ്ഞപ്പോ അലക്സാണ്ടറിന്റെ ജനറലുകളിൽ ഒരാളായിരുന്നു ടോളമി. അവരുടെ പിന്തുടർച്ച അങ്ങനെ 4 പേര് ടോളമീസ് ആയിട്ടുണ്ട്. അതിനുശേഷം റോമൻസ് ഇവരെ കീഴ്പ്പെടുത്തുന്നുണ്ട്, ഗ്രീക്കുകാരെ. ഈ ടോളമീസിനെ, അതായത് ഈജിപ്റ്റ് ഭരിച്ചുകൊണ്ടിരുന്ന ഗ്രീക്കുകാരായ ടോളമിയെ റോമൻ ചക്രവർത്തി കീഴ്പ്പെടുത്തുന്നു. അങ്ങനെയാണ് നമുക്ക് രണ്ടാമത്തെ ഒരു നമ്മുടെയൊക്കെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് തുടങ്ങുന്നത്. ആ ഒരു രാഷ്ട്രീയ ചേഞ്ചിൽ കൂടെയാണ്. നമുക്കറിയാം, നമുക്കിവിടെ അത് കഴിഞ്ഞ് നമുക്കിവിടെ ഏറ്റവും പഴയ കോയിനായിട്ട് കിട്ടുന്നത് ഓൾമോസ്റ്റ് 3rd century BC പഞ്ച് മാർക്ക് കോയിൻസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കോയിനാണ് ഈ പഞ്ച് മാർക്ക് കോയിൻസ്. ഇത് വരാനുണ്ടായ സാഹചര്യം മറ്റൊന്നുമല്ല, നമുക്ക് ചില സാധനങ്ങൾ കൊടുക്കാനുണ്ട്, അത് വാങ്ങാനായിട്ട് മറ്റു ചിലരുണ്ട്. അത് തന്നെയാണ് എൻ്റെ ബേസിക് റീസൺ. പക്ഷെ അന്ന് നമുക്ക് തുടക്കത്തിലായതുകൊണ്ട് നമുക്ക് നാണയ വ്യവസ്ഥ എന്ന് പറയുന്നില്ല. അവര് കൊണ്ടുവരുന്ന സാധനം അതിന്റെ ഇൻട്രൻസിക് വാല്യൂവിന് നമ്മൾ വാങ്ങിച്ചു വെച്ച് അവർക്ക് വേണ്ടുന്ന സാധനം നമ്മൾ കൊടുക്കുന്നു. ഇതിന് വെയിറ്റിനനുസരിച്ചുള്ള ഒരു ഇൻട്രൻസിക് വാല്യൂ നമ്മൾ കൽപ്പിച്ച് ഈ സാധനം, ഈ കോയിൻ നമ്മളത് അക്സെപ്റ്റ് ചെയ്യും. നമുക്ക് മാനുഫാക്ചർ ചെയ്യുന്ന സാധനങ്ങളൊന്നുമല്ല കൊടുത്തിരുന്നത്, നാച്ചുറലി അക്സസിബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുള്ളതല്ല. പക്ഷെ നല്ല വില ഒന്ന് വാങ്ങിക്കാൻ തയ്യാറായിരുന്നു. ആ സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ഈ 3rd century BC എന്നുള്ളതിന് നമുക്ക് രണ്ടാമത് സപ്പോർട്ട് ചെയ്യുന്നതാണ് ട്രേഡും കൂടെ ഉണ്ടായിരുന്നു എന്ന്. ആ സമയത്ത് നമുക്ക് നോർത്ത് ഇന്ത്യ ആയിട്ട് ട്രേഡ് ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്രൂഫ്, അല്ലെങ്കിൽ നമുക്ക് കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലുമൊക്കെ ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി ആയിട്ട് ട്രേഡ് ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പഴയ ലിംഗ്വിസ്റ്റിക് പ്രൂഫ് അല്ലെങ്കിൽ എപ്പിഗ്രാഫിക്കൽ പ്രൂഫ് കിട്ടുന്നത് ഈ ഒരു ഇൻസ്ക്രിപ്ഷനാണ്. ഇത് പെരിങ്ങാശ്ശേരി എന്ന് പറയും, ഇടുക്കിയിൽ നിന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത്, ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ചാത്തരു പേയു എന്നാണ്. ഈ ഡി പോലെ എഴുതിയിരിക്കുന്നത് ച, റൈറ്റ് സൈഡിലേക്ക് ലൈൻ വെച്ച ച, ഇത് ത, രു, ഇത് പേ, ഇത് യ, താഴേക്കൊരു ലൈനുള്ളപ്പോൾ യു. ചാത്തരു പേയു എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് ശരിക്കും ചാത്തൻ എന്ന് പറയുന്ന ആളുടെ ഡെഡ് ബോഡി എന്നാണ് ശരിക്കും അർത്ഥം വരുന്നത്. കാരണം ഇത് ബെറിയലിന്റെ കൂടെ ലിഡാണോ അതിന്റെ താഴെയാണോ, കാരണം സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയത്. മോസ്റ്റ് പ്രോബബ്ലി ലിഡ് ആയിരിക്കണം. പക്ഷെ ഇതിന്റെ സ്ക്രിപ്റ്റ് വരുന്നത് നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന, പ്രത്യേകിച്ച് നമുക്ക് പാലിയോഗ്രഫിക്കൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന ഓരോ ലെറ്റേഴ്സും അതിന്റെ രീതി ഓരോ നൂറ്റാണ്ട് വരുമ്പോഴെങ്കിലും ചേഞ്ചസ് നമുക്ക് നോട്ടീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചാക്ക് താഴേക്കൊരു ലൈനുണ്ട്, അത് വലിയൊരു പോയിന്ററാണ്. ഈ ചാക്ക് ഇത് ബ്രാഹ്മിയാണ്. 3rd century ഭട്ടിപ്രോഡു എന്ന് പറയുന്ന സ്ഥലത്ത്, ആന്ധ്രടുത്താണ് ഭട്ടിപ്രോഡു. ഭട്ടിപ്രോഡുവിലുള്ള ഇൻസ്ക്രിപ്ഷനില് അതിനകത്ത് ബുദ്ധന്റെ ശാരീര ധാതു എന്നാണ് അതിനെ പറയുന്നത്, മോർച്ചൽ റിമീൻസ്.
ഒരു ചെറിയൊരു എന്തെന്നാ പറയുന്നത് വേസ്റ്റ് പോലെ ഒരെണ്ണത്തിനകത്താക്കി വെക്കുന്നതാണ്. സാധാരണ രീതിയിൽ ബുദ്ധ സ്തൂപുകളുടെ അകത്തൊക്കെ അവർ എടുത്തു വെച്ച് ഏറ്റവും റിവേർഡായിട്ട് അവർ സൂക്ഷിക്കുന്ന സാധനം. അങ്ങനത്തെ ഒരു വേസിലാണ് ഭട്ടിപ്രോള് സ്ക്രിപ്റ്റ് നമുക്ക് കാണുന്നത്. അതിനകത്തൊരു രാജാവിന്റെ പേരുണ്ട്. ആ രാജാവ് 225 BC ഭരിച്ചിരുന്നാണ് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് ഈ ഇൻസ്ക്രിപ്ഷന്റെ, അതായത് അതിലത്തെ അതേ ലെറ്റേഴ്സിന്റെ രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് സെക്കൻഡ് സെഞ്ചുറി അല്ല, സെക്കൻഡ് സെഞ്ചുറിക്ക് തൊട്ട് മുമ്പ്, തേർഡ് സെഞ്ചുറി 225-200 BC ആ കാലഘട്ടത്തിലാണ് നമുക്ക് കൺഫേം ചെയ്യാം. അതായത് ആ കാലഘട്ടമായപ്പോഴേ നമുക്ക് സഖ്യന്റെ അപ്പുറത്തുനിന്ന് നമുക്ക് പലരുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായി തുടങ്ങി എന്നുള്ളതിന്റെ ഒരു പ്രൂഫാണ്. രണ്ടാമത് നമുക്ക് പറയുന്നത് അർത്ഥശാസ്ത്രത്തിലാണ്. അർത്ഥശാസ്ത്രയിൽ നമുക്ക് ചൗർണേയം എന്ന് പറയുന്നുണ്ട്. അത് ഒരു പേളിനെ പറ്റിയാണ് പറയുന്നത്. ഈ ചൗർണയെന്ന് മാത്രമേ അതിനകത്ത് പറയുന്നുള്ളൂ. അത് ചൂർണ നദിയിൽ നിന്ന് കിടക്കാൻ അതിനകത്ത് എല്ലാം പറയുന്നത് എവിടെ നിന്ന് കിട്ടുന്ന സാധനം എന്നുള്ള പേരുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ പേര് കൊടുത്തിരിക്കുന്നത്. ഇപ്പോ എറണാകുളത്ത് നിന്നാണ് കൊടുത്തെങ്കിൽ എറണാകുളത്ത് നിന്ന് കിട്ടിയത് എന്നുള്ള അർത്ഥമാണ് അതിന് കൊടുക്കുന്നത്. അപ്പൊ ചൂർണ നദിയിൽ നിന്ന് കിട്ടുന്നത് ചൗർണയം. നദി തന്നെ ആയിരിക്കണം എന്നില്ല, കായലും ആകാം. ഇപ്പോഴും ചുള്ളിയും ചൂർണയൊക്കെ നമുക്ക് പെരിയാറിന്റെ സൈഡിലുണ്ട്. അത് ചിലരെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നമുക്ക് പ്രൂഫ് ഇല്ല. നമുക്ക് അതിന് വേറെ പ്രൂഫൊന്നും ആവശ്യമില്ല, കാരണം അതിന് വേറെ കോമ്പറ്റീറ്റർ ഒന്നുമില്ല. കാരണം ചൂർണ എന്ന് പറഞ്ഞ വേറൊരു തോട് പോലെ, ഒഴുക്കോലും ഇല്ലാത്തൊരു തോട് വടക്കേ ഇന്ത്യയിലുണ്ട്. പ്രധാനപ്പെട്ട ഒന്നും തമ്മിൽ ബന്ധപ്പെടുത്തുന്നതല്ല, വേൾഡിന്റെ ഒരു കൺസെപ്റ്റ് പോലും വരത്തില്ല, ഒരു അഴുക്കച്ചാല് പോലത്തെ. അതിനാണ് ചൂർണ എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്കൊരു കോമ്പറ്റീറ്റർ ഇല്ലാന്ന് മാത്രമല്ല, ഇതിന്റെ കൂടെ ഉള്ളത് വേറെ കുറച്ച് പേര് പറയുന്നത് ഞാൻ ശരിക്കുള്ള അടുത്ത പേജിൽ അതിനകത്ത് പറയുന്നുണ്ട്. ഞാൻ വരുമ്പോൾ ഞാനത് വെറുതെ നേരത്തെ പറയുന്നില്ല, എന്തുകൊണ്ട് ചൂർണേനെ ഐസൊലേറ്റ് ചെയ്ത് പഠിക്കേണ്ടെന്ന് പറയുന്നു, ഇപ്പൊ ഇന്റർപ്രറ്റ് ചെയ്യേണ്ടെന്ന് പറയുന്നതിന്റെ റീസൺ ഞാൻ പറയുന്നുണ്ട്. ഇപ്പൊ ഫോർ ദ ടൈം ബീങ് ചൂർണ എന്ന് പറയുന്നത് പെരിയാറിന്റെ ഒരു കൈവഴിയാണ്. അവിടെ നിന്ന് പേള് കിട്ടിയിരുന്നു. ആ പേള് കിട്ടിയിരുന്നു എന്നുള്ളത് നമുക്ക് വേറെയും പ്രൂഫ് കിട്ടുന്നുണ്ട്. പെരിപ്ലസി പറയുന്നുണ്ട്, പേൾസ് ഇൻ ഗ്രേറ്റ് ക്വാണ്ടിറ്റി ആൻഡ് ഓഫ് സുപ്പീരിയർ ക്വാണ്ടിറ്റി. നമ്മുടെ ഇവിടെ ഒരു ചരിത്ര ബുക്കിലും നിന്ന് നോക്കിയാൽ കാണത്തില്ല. അതിന്റെ റീസൺ വേറെ ഒന്നും, പെരിപ്ലസിന്റെ പുസ്തകം ആരും വായിക്കാൻ മെനക്കെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് റീസൺ. കാരണം വളരെ കുറച്ച് 100 കുറച്ച് പാരഗ്രാഫ് മാത്രമുള്ള ഒരു പുസ്തകമാണ്. നെറ്റിലൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ ഇത് നന്നായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവൈലബിൾ ആണ്. പക്ഷെ ഹിസ്റ്റോറിയൻസ് ആരും അത് വായിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്തൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഒരിക്കലും ഒരു ബുക്കിൽ പോലും ഡിസ്കസ് ചെയ്തിട്ടില്ല. പേളിന്റെ കാര്യത്തില് റോമക്കാര് കൊണ്ടുപോരും എന്നുള്ള കാര്യം നമ്മുടെ ചരിത്ര പുസ്തകങ്ങളൊന്നുമില്ല. പക്ഷെ പെരിപ്ലസ് മാരിസ് എറിത്രയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മുസ്ലിംസ് നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളുടെ കൂട്ടത്തിലെ പേൾസ് ഇൻ ഗ്രേറ്റ് ക്വാണ്ടിറ്റി ആൻഡ് ഓഫ് സുപ്പീരിയർ ക്വാളിറ്റി. വെറുതെ അല്ല എന്തെന്നാ പറയുന്ന മൗര്യ സാമ്രാജ്യത്തിലുള്ള അർത്ഥശാസ്ത്രമൊക്കെ എഴുതുന്ന കാലഘട്ടത്തിൽ, അതായത് 3rd century BC അല്ലെങ്കിൽ 4th century BC ഏതാണ്ട്, അതായത് മൗര്യ മഗധ ആ കാലഘട്ടത്തില് അവിടുന്ന് ആളുകൾ വന്നു. അവരവിടെ ചൗർണയ എന്നുള്ള പേര് കൊടുത്ത് വിളിക്കാൻ കാരണം അതാണ്. കാരണം ചൂർണി നദിയിൽ നിന്ന് കിട്ടുന്നത് ഇവിടുന്ന് ഇഷ്ടംപോലെ പേര് കിട്ടുന്നുണ്ടെന്ന് മാത്രമല്ല, സുപ്പീരിയർ ക്വാളിറ്റിയും കൂടിയാണ്. ഇന്ന് നമ്മൾ പേള് എന്ന് പറഞ്ഞാൽ ഹൈദരാബാദ് എന്നൊക്കെ പറയും, പക്ഷെ വേറെ സ്ഥലമൊന്നും നമ്മൾ പെട്ടെന്ന് വരത്തില്ല. പക്ഷെ എറണാകുളം ആയിരുന്നു, പെരിയാറായിരുന്നു അതിന്റെ സെന്റർ. അപ്പോ അർത്ഥശാസ്ത്രത്തിൽ ഞാൻ അതിന്റെ റെഫറൻസ് കൊടുക്കുകയാണ്, എവിടെയാണ് അത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാൽ റെഫർ ചെയ്യണം. ബുക്ക് 2-ലാണ് വരുന്നത്, ചാപ്റ്റർ 11 അതിനകത്ത് ചാപ്റ്റർ 11 ഒന്നാമത്തെയും രണ്ടാമത്തേലും താമ്രപർണിയ, അതായത് താമ്രപർണിയായിട്ട് ബന്ധപ്പെട്ടാണ് രണ്ടാമത്തെ പാരഗ്രാഫാണ് ഞാൻ വായിക്കുന്നത്. പാണ്ഡ്യ കവാടക. അതായത് അർത്ഥശാസ്ത്രത്തിൽ പറയുന്നത് തർക്കിക്കാൻ പോലും നിങ്ങൾ ചിന്തിക്കേണ്ട അത് വടക്കേ ഇന്ത്യയിലുള്ള സ്ഥലങ്ങളാണ്, തെക്കേ ഇന്ത്യയിലെല്ലാം എന്ന് പറയണ്ട. ഈ രണ്ടെണ്ണം താമ്രപർണി ഒരിക്കലും വടക്കേ ഇന്ത്യയിലാണെന്ന് പറയത്തില്ലല്ലോ. ഒന്നല്ലെങ്കിൽ ശ്രീലങ്കയാണ്, അല്ലെങ്കിൽ തമിഴ്നാട്ടിലാണെന്നല്ലേ പറയുള്ളൂ. അതിനപ്പുറത്തേക്ക് പോകുന്നില്ലല്ലോ, വടക്കോട്ട് പോകുന്നില്ലല്ലോ. രണ്ടാമത് പാണ്ഡ്യ കവാടക എന്ന് തന്നെ പറയുന്നുണ്ട്. പാണ്ഡ്യ എന്നുള്ള വാക്ക് തന്നെ അവിടെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ സ്ഥലങ്ങളെല്ലാം ഇവിടെ തന്നെയാണ്, അല്ലാതെ വടക്കേ ഇന്ത്യൻ സ്ഥലങ്ങളെ പറ്റി ഒന്നല്ല റെഫർ ചെയ്തിരിക്കുന്നത്. അവിടുത്തെ വടക്കേ ഇന്ത്യയെ പറ്റി ഒന്നും പറയുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. വളരെ വ്യക്തമായിട്ട് ചൂർണി നദി എന്ന് പറയുന്നത് വടക്കേ ഇന്ത്യയിലത്തെ ഏതെങ്കിലും ആവും, അല്ലാതെ ഇവിടുത്തെ ഒന്നും അല്ല എന്ന് ആരെങ്കിലും പലരും തർക്കിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ തർക്കിക്കാൻ വേണ്ടി ഒരു ബേസും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കൺവിൻസിങ് അല്ലെങ്കിൽ ചോദ്യം ചെയ്യണം എന്ന് പറയുന്നതിന് എന്റെ റീസൺ ഇങ്ങനെയാണ്. നിങ്ങൾക്ക് മറിച്ചൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത്
അവതരിപ്പിക്കുക തന്നെ വേണം. രണ്ടാമത്തെയാണ് നമുക്ക് വരുന്നത് ബ്ലാക്ക് പെപ്പർ, കുരുമുളക്. അത് നമുക്ക് എല്ലാവരും പറയുന്ന കാര്യമാണ്, കുരുമുളക് ഇവിടുന്ന് കൊണ്ടുപോയി എന്നുള്ളത്. അത് ശരി തന്നെയാണ്. കുരുമുളക് ഇവിടുന്ന് കൊണ്ടുപോയി എന്നുള്ളത് പെരിപ്ലസി പറയുന്നുണ്ട്. ടോളമിയുടെ ഇതിനകത്ത് നാച്ചുറൽ ഹിസ്റ്ററിക്കകത്തും പറയുന്നുണ്ട്. രണ്ടിലും പറയുന്നുണ്ട് കൊട്ടനാര എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഉള്ളത് എന്നുള്ളതാണ് അവർ പറയുന്നത്. അർത്ഥശാസ്ത്രത്തില് ഈ ബ്ലാക്ക് പെപ്പറിനെ മരീച എന്ന് പറയുന്നു. മരീച എൻ്റെ അറിവില് ചുരുങ്ങിയത് 2 or 3 ഇടത്ത് പറയുന്നുണ്ട്. ഒന്ന്, അവിടെ സ്റ്റോറിലേക്ക് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം വെക്കുന്നതിന്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട്. ഇത് കഷായം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവർ കുരുമുളകിന്റെ കാര്യം പറയുന്നത്. പഞ്ചന്റ് സ്മെല്ലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, പഞ്ചന്റ് ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. രണ്ടാമത് പറയുന്നത് ഫുഡ് കൊടുക്കുന്ന കാര്യത്തില്, ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് നമുക്കൊരു റെസിപ്പി എന്നോണം തന്നെ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നും, എന്നാലും ഞാൻ ജസ്റ്റ് പെപ്പറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് പറയാം. ഇറച്ചി എങ്ങനെ വേവിക്കണം, പച്ചമീൻ എങ്ങനെ വേവിക്കണം, ഉണക്കമീൻ എങ്ങനെ വേവിക്കണം, അതിന് യൂസ് ചെയ്യേണ്ട റെസിപ്പി 5 ഐറ്റം പറയുന്നതിൽ 1 പെപ്പറാണ്. അത് ഞാൻ അർത്ഥശാസ്ത്രത്തെ കാര്യമാണ് പറയുന്നത്. ഞാനത് പെട്ടെന്ന് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഈ 2 പഞ്ചമാർക്ക് പോയിന്റും നമ്മുടെ കേരളമായിട്ട് വളരെ ബന്ധപ്പെട്ട്, ഞാൻ ഈ പറഞ്ഞ പോയിന്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാൻ വളരെ ഇൻഡെപ്ത് പോയിരുന്നുള്ളൂ മാത്രമാണ്. ഈ ഒരു ഇത് നമുക്കൊരു പകുതി പീസ് കിട്ടിയിട്ട് മറ്റേ സൈഡ് സ്ലാഷ് ചെയ്ത് കട്ട് ചെയ്ത ഒരു പീസ് കിട്ടിയിട്ട് ഇത് ആയ് ഡൈനാസ്റ്റിയുടെ ആണെന്ന് ഒരിക്കൽ സൗത്ത് ഇന്ത്യൻ ന്യൂസ്മാറ്റ് സൊസൈറ്റിയുടെ ജേർണലിൽ പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാനത് വായിച്ചു. അതിന്റെ പിറ്റേ വർഷം തന്നെ ഞാൻ എഴുതി ഇത് ഇമ്പീരിയൽ ടൈപ്പാണ്, ആയിട്ട് യാതൊരു ബന്ധമില്ല, അത് ഇന്ന അന്ന് ഈ കോയിനൊന്നും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല, ഇത്രയും നല്ല പിക്ചറും കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞു ഇത് ഇമ്പീരിയൽ ടൈപ്പാണ്, നമ്മുടെ ലോക്കൽ അല്ല എന്ന് പറഞ്ഞു. പിന്നെ അത് എഴുതിയ ആൾ പോലും അത് പ്രൊജക്ട് ചെയ്തിട്ടില്ല. രണ്ടാമത്തെയാണ് കുറച്ചുകൂടെ രസം. ഈ ഒരു കോയിൻ എനിക്ക് അടുത്ത കാലത്ത് കിട്ടിയതാണ്. ഇതിനകത്ത് കാണുന്ന ഇത് ഗ്രില്ലാണ്. ശരിക്കും നമ്മൾ ബാർബിക്യൂ ഒക്കെ ചെയ്തില്ലേ, ഗ്രില്ല് ചെയ്യുന്നത്. 2 കമ്പി, ഇവിടെയും 2 കമ്പി, അതിന്റെ മുകളിൽ മീനുകൾ ബാർബിക്യൂ താഴെ ചാർക്കോളിട്ട് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അന്നത്തെ കാലത്ത് ഇതൊരു വലിയൊരു കണ്ടുപിടുത്തമാണ്. അതായത് നമുക്കിപ്പോ മൈക്രോവേവുകളൊക്കെ എന്തെങ്കിലുണ്ട് എന്ന് പറയും പോലെ. കാരണം ഇതേ കാലഘട്ടത്തിലാണ് ഗ്രീക്കുകാര് വരുന്നത്. നമ്മൾ ചുട്ടെടുക്കുന്നുണ്ട്, പക്ഷെ ചുട്ടെടുക്കാൻ ഒരിക്കലും കനലിന്റെ പുറത്ത് ഇതുപോലത്തെ ഒരു സാധനം ഉണ്ടാക്കി വെക്കുന്ന പരിപാടി ഉണ്ടായിരുന്നിരിക്കില്ല. അപ്പൊ ഗ്രീക്കുകാർ അത് ചെയ്യുന്നുണ്ട്. ഗ്രീക്കുകാര് നമ്മുടെ സിന്ധ്, ഗാന്ധാര, പഞ്ചാബ് ആ ഭാഗത്തിലൊക്കെ ഗ്രീക്കുകാർ വന്നപ്പോ അവരവിടെ യൂസ് ചെയ്യുന്ന കണ്ടിട്ടായിരിക്കണം മൗര്യന്മാര് ഞങ്ങളും ഇത് അഡോപ്റ്റ് ചെയ്യുന്നു, ഞങ്ങളും ഇത് ഉപയോഗിച്ച് തുടങ്ങി എന്നുള്ളതിന്റെ ഒരു രീതി ആയിരിക്കണം. അപ്പോഴാണ് ഞാനത് നോക്കുന്നത്, മീൻ അവരുടെ റോയൽ ഇതിൽ പെട്ടതാണോ. അങ്ങനെയാണ് ഞാൻ ഈ പെപ്പറിന്റെ എന്റെ റെസിപ്പിയൊക്കെ അർത്ഥശാസ്ത്രത്തിലുള്ളത് അടുത്ത കാലത്താണ് ഞാൻ മനസ്സിലാക്കിയത്. നമ്മളൊന്നും ഒരു ഹിസ്റ്ററി അതിന്റെ ഡിസ്കഷൻസ് കാണത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കൊട്ടനാര എന്ന് പറഞ്ഞ സ്ഥലത്താണ് പാരീസ് മാരിസ് എറിത്രിയയിലുള്ളത്. കൊട്ടനാര മാത്രം ഉള്ളിടത്താണ് കുരുമുളക് ഉള്ളത് എന്ന് പറയുന്നു. അതും ബുക്ക് 2-ലാണ്, ചാപ്റ്റർ 25 21ഉം 22ഉം. ഞാൻ അവിടെ 2 ഇവിടെ സ്ലിപ്പായി പോയതാണ്. 21ഉം 22ഉം പാരഗ്രാഫിലാണ് അതുള്ളത്. ബുക്ക് 2 ചാപ്റ്റർ 25. പെരിപ്ലസിൽ എവിടെയാണ് അതിനെപ്പറ്റി പറയുന്നത് എന്നുള്ളത്, പ്ലിനിയുടെ നാച്ചുറൽ ഹിസ്റ്ററിയിൽ എവിടെയാണ് പെപ്പറിനെ പറ്റി അത് പെരിപ്ലസിൽ പറയുന്നത് കൊട്ടനാരിക്കെ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര് പറയുന്നത്. ആ സ്ഥലം പ്ലിനിയുടെ നാച്ചുറൽ ഹിസ്റ്ററിയിൽ പറയുന്നത് കൊട്ടനാറ എന്നാണ്. കൊട്ടാരക്കരയാണോ കുട്ടനാടാണോ എന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും അല്ല. കാരണം പെപ്പർ ഉണ്ടാകുന്നത് മാർഷ് ലാൻഡുകളിലോ വെറ്റ് ലാൻഡിലോ ഉണ്ടാകത്തില്ല, ഹില്ലി ഏരിയാസിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. ഇപ്പോഴൊക്കെ കുറച്ചും കൂടെയൊക്കെ അഡാപ്റ്റബിൾ ആക്കിയിട്ടുണ്ട്, അതായത് റെഗുലർ കൾട്ടിവേഷൻ. കാരണം അന്ന് കാലത്ത്
ഹില്ലിൽ നിന്ന് തന്നെ കിട്ടുന്നതാണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് പറയുന്നത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഇത് ഹിൽ റേഞ്ച് ആ ഏരിയ തന്നെയാണ് ഇത് കിട്ടുന്നത്, അവിടെ നിന്ന് കൊണ്ടുവരുന്നതാണെന്ന് പറയുന്നുണ്ട്. സ്ലോപ്പ് ഓഫ് വെസ്റ്റേൺ ഗാട്സ് തന്നെ എന്നുള്ള ആ ഒരു ആംഗിളിൽ തന്നെയാണ് അത് ഡിസ്കഷൻ വരുന്നത്. പിന്നെ നമുക്ക് ഈ കാലഘട്ടം എന്നൊക്കെ പറയുന്നത് 3rd century BC ആണ്. 3rd century BC തന്നെ നമുക്ക് വേറെയും കുറച്ച് റെഫറൻസസ് കിട്ടുന്നുണ്ട്. അശോക ഇൻസ്ക്രിപ്ഷനിൽ കേരളത്തിനെ പറ്റി പറയുന്നത്, അത് ഗിർനാറിലെ സെക്കൻഡ് റോക്ക് എഡിക്റ്റ്, കൽസിയില് ഉണ്ട്, അതുപോലെ തന്നെ ഷബാസ് ഗഗി, ഈ മൂന്നിടത്തും നമുക്ക് കേരളപുത്ര എന്നുള്ളത്, പക്ഷെ കേരളപുത്ര എന്നുള്ളത് പ്രോപ്പർ ആയിട്ടല്ല എഴുതിയിരിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ച് കേൾക്കാത്ത, പറയാത്ത, കാണാത്ത ഏതോ സ്ഥലമാണോ അത്, വളരെ റിമോട്ട് ഏരിയ. അപ്പൊ അവർക്ക് അതിന്റെ സ്പെല്ലിങ്ങോ എങ്ങനെയാണെന്നുള്ളത് അപ്പൊ മൂന്നിടത്തും തെറ്റിച്ച് തന്നെ എഴുതിയിരിക്കുന്നത്. കേതലപുത്രോ, കേരളപുത്ര, കേരളപുത്രോ, അങ്ങനെയൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇത് കേരളത്തെ പറ്റിയാണ് പറയുന്നത്, കൺഫേം ചെയ്യുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പാണ്ഡ്യനെയും ചോളന്മാരെയും പറ്റി പറയുന്നുണ്ട്. കേരളത്തെ പറ്റി 3 പറയുമ്പോൾ പാണ്ഡ്യന്മാരെ പറ്റി 6 പറയുന്നുണ്ട്. ഇതെല്ലാം ഈ പാണ്ഡ്യന്മാരെ പറയുന്നത് 3 കേരളം പറയുന്നതേ ഉള്ളൂ, പക്ഷെ എല്ലായിടത്തും ചോളന്മാരും കൂടെ ഉണ്ട്. പിന്നെ ഇതെല്ലാം ഒരുമിച്ച് വരുന്നതുകൊണ്ട് തന്നെ ഒരു ക്ലസ്റ്ററായിട്ട് അവർ പേര് എഴുതുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തെ പറ്റി തന്നെയാണ് അത് പറയുന്നതെന്ന് നമുക്ക് കൺഫേം ചെയ്യാം. കേരളം എന്നുള്ള ഒരു പേര് 3rd century BC നോർത്ത് ഇന്ത്യ ആയിട്ട് നമുക്ക് കോണ്ടാക്ട് ഉണ്ട്. എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് വിൽക്കേണ്ടി വാങ്ങേണ്ടി വന്നു എന്നുള്ളതിനെ പറ്റി നമുക്ക് റഫ്ലി ഞാൻ പലയിടത്തായിട്ടാണ് പറഞ്ഞെങ്കിലും ആ കോണ്ടെക്സ്റ്റ് ഇപ്പൊ ഏതാണ്ട് ഒരു ഐഡിയ കിട്ടുന്നുണ്ടല്ലോ. വാങ്ങിക്കാൻ ആളുണ്ട്, കൊടുക്കാൻ ആളുണ്ട്. വാങ്ങിക്കാൻ പറ്റിയ അത് അവർക്ക് ഡിമാൻഡുള്ള, അവർക്ക് റിക്വയർമെന്റ് ഉള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിൽ കൊടുക്കാനുണ്ട്. അതാണ് ശരിക്കും എക്കണോമി തുടങ്ങാനുണ്ടായ കാരണം. അപ്പോഴും നമുക്കുണ്ടായിരുന്നത് മൗര്യന്മാരുടെ ഇമ്പീരിയൽ കോയിൻസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് സർക്കുലേറ്റ് ചെയ്യുന്നു. ഇതുവരെ ഞാൻ ഡിസ്കസ് ചെയ്തെടുത്ത് അത്രയേ വന്നിട്ടുള്ളൂ. അടുത്തത് ഇതേ കാലഘട്ടത്തിൽ തന്നെ പാണ്ഡ്യന്മാർ ചെയ്തൊരു പണിയാണ്. ഇത് പാണ്ഡ്യ പഞ്ചമാർക്ക് കോയിനാണ്. അതായത് പഞ്ചമാർക്ക് കോയിൻ നമുക്ക് ഫെമിലിയർ ആയി. ഞാനത് 3rd century BC മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമുക്ക് ആ കോണ്ടക്സ്റ്റ് മനസ്സിലായി. അപ്പോഴൊക്കെ ഉണ്ടായിരുന്ന പഞ്ചമാർക്ക് കോയിൻസ് ആണ്, ഇമ്പീരിയൽ പഞ്ചമാർക്ക് കോയിൻസ്, നമ്മുടെ പഞ്ചമാർക്ക് കോയിൻസ് അല്ല. അപ്പൊ അടുത്ത സ്റ്റേജാണ് ഇവിടുത്തെ രാജാക്കന്മാർക്ക് അപ്പൊ തോന്നി നമ്മുടേതായ ഒരു ഐഡന്റിറ്റി കൊണ്ടുവരാൻ. അതിനവർ ആദ്യം ചെയ്തത് ഇമ്പീരിയൽ പഞ്ചമാർക്ക് കോയിന്റെ റിവേഴ്സിൽ, സാധാരണ രീതിയിൽ എംബ്ലംസ് ഒന്നുമില്ലാത്ത റിവേഴ്സില് ബോനേരോ പഞ്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഒരു നാണയം ഞാൻ കണ്ടിട്ടുണ്ട്, അതിനെപ്പറ്റി ഞാൻ പേപ്പർ എഴുതിയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുള്ളൂ, എൻ്റെ കളക്ഷനിൽ ഒരിക്കലും വന്നിട്ടില്ല. ഒരു 10-20 വർഷം മുമ്പത്തെ കഥയാണ് ഞാൻ ഈ പറയുന്നത്. ആ പുസ്തകം നോക്കിയിട്ട് പെട്ടെന്ന് കിട്ടിയില്ല. എൻ്റെ ഫോട്ടോ ഒന്നും കിട്ടാൻ പ്രയാസമാണ്, അതുകൊണ്ട് ആ ഫോട്ടോ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഈ പീസ് പാണ്ഡ്യയുടെ നല്ല ക്ലിയർ കട്ട് പീസ് കിട്ടിയായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് ഹൈലൈറ്റ് ചെയ്യുന്നു. പാണ്ഡ്യ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെയും പറഞ്ഞു, പാണ്ഡ്യ കേരളമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫോറിൻ കൺട്രി അല്ല. പമ്പയുടെയോ തെക്കോട്ട് പെർമനന്റ് ആയിട്ടും പലപ്പോഴും പെരിയാർ വരെയും ഇൻക്ലൂഡിങ് മുസ്ലിംസ് ഭരിച്ചിരുന്നവർ തന്നെയാണ് പാണ്ഡ്യന്മാര് ഈ പറയുന്ന കാലഘട്ടങ്ങളിലെല്ലാം. അതായത് ആ ബൗണ്ടറി ഇറങ്ങിയും കയറിയൊക്കെ ഇരിക്കും സാധാരണ രീതിയിൽ. അപ്പോൾ പാണ്ഡ്യന്മാർ ചെയ്തതിന്റെ ഒരു പ്രൂഫായിട്ടാണ് പഞ്ചമാർക്ക് കോയിൻ. പക്ഷെ ഈ കോയിൻ എന്ന് പറയുന്നത് പാണ്ഡ്യന്മാർ തന്നെയാണ് ഈ എംബ്ലംസ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ ഈ സിൽവറിന്റെ സോഴ്സ് എന്ന് പറയുന്നത് പഞ്ചമാർക്ക് കോയിൻ ചുരുക്കി തന്നെ ചെയ്തതായിരിക്കാം. പക്ഷെ ഈ പഞ്ച് എല്ലാം ചെയ്തിരിക്കുന്നത്, കാരണം ഈ ഒരു കോമ്പിനേഷനിലുള്ള പഞ്ച് ഇമ്പീരിയൽ പഞ്ചമാർക്ക് കോയിൻസ്, അതായത് മഗധ മൗര്യ സീരീസിൽ ഇല്ല. രണ്ടാമത് നിങ്ങൾക്കിവിടെ ഫിഷിന്റെ എംബ്ലം പഞ്ച് ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും. ഇത് ടിപ്പിക്കലി പാണ്ഡ്യന്മാര് ഇഷ്യൂ ചെയ്തിരിക്കുന്ന കോയിൻ തന്നെയാണ്, അതായത് ഇമ്പീരിയൽ പഞ്ചമാർക്ക് കോയിൻസ് അല്ല. ലേറ്റർ പീരീഡിലുള്ള പാണ്ഡ്യ പഞ്ചമാർക്ക്. അപ്പൊ പഞ്ചമാർക്ക് കോയിൻസിന്റെ ആ സ്റ്റേജ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് റോമക്കാർ വരുന്നു. ഈ റോമ, ഞാനത് ഒന്ന് അഗസ്റ്റ് സീസർ, രണ്ടാമത്തെ ലൈബീരിയ സീസർ, ഞാൻ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് ഒരു പർട്ടിക്കുലർ കാലഘട്ടം, അതായത് അഗസ്റ്റ് സീസറിന്റെ കാലഘട്ടത്തില് ഏതാണ്ട് BC 25 ആ കാലഘട്ടം ആയപ്പോഴാണ് നമുക്കിവിടെ
ട്രേഡിന്റെ ഗോൾഡൻ സ്റ്റേജ് തുടങ്ങുന്നത്. അതായത് റോം ഗ്രീക്കുകാരെ തോപ്പിച്ച് ഈജിപ്റ്റ് കീഴ്പ്പെടുത്തി. സാധാരണ ഇതിങ്ങനെ പറയില്ല ആരും, പക്ഷെ നടന്നത് റോമക്കാര് ഗ്രീക്കുകാരെ തോൽപ്പിച്ച് ഈജിപ്റ്റ് കീഴ്പ്പെടുത്തി. ഈജിപ്തിലുണ്ടായിരുന്ന, അന്ന് ഈജിപ്റ്റ് ഭരിച്ചിരുന്നത് ഗ്രീക്ക് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഫിലാഡൽഫസ്, ടോളമി എന്ന് പറയുന്ന അവരെ തോൽപ്പിച്ചിട്ട്, അപ്പോ റോമക്കാർക്ക് കിട്ടുന്നത് ഒരു ഫുൾ ആക്സസ് കിട്ടി ത്രൂ ഈജിപ്റ്റ്. ഇന്ത്യ, ഈ ഭാഗം, അന്ന് ഇന്ത്യ എന്നുള്ള ഒരു ഐഡന്റിറ്റി രാജ്യം എന്നുള്ള രീതിയിലില്ല, ഒരു ജോഗ്രഫിക്കൽ എൻറ്റിറ്റി എന്നുള്ള രീതിയിൽ ഇവിടം വരെ അവർക്കൊരു ആക്സസ് കിട്ടി, അവർക്ക് ഫുൾ കൺട്രോൾ കിട്ടി. അവര് ഡയറക്റ്റ് ഇവിടെ നിന്ന് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, കാരണം റോമക്കാർക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് ഈ പഞ്ചന്റ് ടേസ്റ്റുള്ള കുരുമുളക് ഇഷ്ടം പോലെ താല്പര്യമുണ്ട്. രണ്ടാമത് അവർക്ക് വേണ്ടുന്ന ഒരു സാധനം സിൽക്കായിരുന്നു. ഈ സിൽക്ക് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഡിസ്കസ് ചെയ്യുന്നല്ല. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്ത രണ്ടാമത്തെ സാധനം എന്ന് പറഞ്ഞാൽ അത് കുരുമുളക് കഴിഞ്ഞാൽ, കുരുമുളകിനേക്കാൾ കൂടുതൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, കഴിഞ്ഞ രണ്ടാമത് ഏറ്റവും കൂടുതൽ ആനക്കൊമ്പോ പേളുവോ പോലും അല്ല, സിൽക്കാണ്. സിൽക്ക് നമ്മളിവിടെ ഒരു തരി പോലും അന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. സിൽക്ക് എങ്ങനെ ഇവിടെ കേരളത്തിൽ എത്തുന്നു എന്ന് വ്യക്തമായിട്ട് പെരിപ്ലസി പറയുന്നുണ്ട്. ഒരു ഹിസ്റ്ററി ബുക്കിലും നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റില്ല. ഇപ്പൊ ലേറ്റസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. ഞാൻ വായിച്ചിരിക്കുന്ന ഒരു പുസ്തകത്തിലും ഇല്ല. ഈ സാധനം നമുക്ക് പല പാസുകളുണ്ടല്ലോ, അതായത് ഇപ്പൊ പല ഡിസ്പ്യൂട്ട് നടക്കുന്ന ചൈന ഇന്ത്യ ബോർഡറിലുള്ള പാസുകൾ വഴി ഈ ഗംഗയുടെ സൈഡിൽ കൂടെ ഇപ്പോഴത്തെ കൽക്കട്ടയുടെ ആ ഭാഗത്ത് വന്നിട്ട് അവിടം വരെ ഗംഗ വങ്ക എന്ന് പറയുന്ന അവരുടെ കൺട്രോളിലാണ് ആ ട്രേഡ് വരുന്നത്. അത് കഴിഞ്ഞ് ചോളന്മാര് അവിടെ പോയി സാധനം കൊണ്ടുവരും. എന്നിട്ട് ചോളന്മാർ യൂസ് ചെയ്ത പോർട്ട് എന്ന് പറയുന്നത് ചോളന്മാരുടെ തന്നെ കൺട്രോളിലുള്ളതിന്റെ ഏറ്റവും വടക്കുള്ള ഭാഗമാണ് അരിക്കമേട്. അരിക്കമേടിലേക്ക് അവര് സിൽക്ക് കൊണ്ടുവരുന്നു. ഈ അരിക്കമേടിൽ നിന്ന് അവര് അവിടെ നിന്ന് കൊണ്ടുവരുന്ന സിൽക്ക് മാത്രമല്ല, അതിൻ്റെ കൂടെ മലബദ്രം, വയനേല പോലത്തെ ഇതെല്ലാം നേരെ കരൂരിലേക്ക് കൊണ്ടുവരും. ഈ കരൂരിൽ നിന്ന് പാലക്കാട് ചുരം വഴി മുസിരിസിലേക്ക് വരും. അതുപോലെ തന്നെ മധുരയിലുള്ള അവർക്കും പേൾസ് ഉണ്ട്, എമറാൾഡ്സ് ഉണ്ട്. ഇത് പിന്നെ ആനക്കൊമ്പ്. ഇത് അവർ ഒന്നല്ലെങ്കിൽ കരൂര് കൊണ്ടു കൊടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ പമ്പ സൈഡിൽ കൂടെ വന്ന് മുസിരിസി കൊണ്ടു കൊടുക്കും. ഇടുക്കിയിലൊക്കെ ഇൻസ്ക്രിപ്ഷൻ കിട്ടാനുണ്ടായ സാഹചര്യം അതാണ്. മധുര റൂട്ടാണ്. മറ്റത് പാലക്കാട് എന്ന് പറയുന്നത് കരൂരിൽ നിന്ന് വരുന്ന റൂട്ടാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, റോമക്കാർക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ നമ്മൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അവരിവിടെ വരും. നമ്മൾ കൊടുത്തിരുന്ന പ്രധാനപ്പെട്ട സാധനങ്ങൾ കുരുമുളക്, സിൽക്ക്, ആരും പറയാത്തവരാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് സിൽക്ക്. അത് കഴിഞ്ഞിട്ട് ആനക്കൊമ്പ്, പേൾസ്, എമറാൾഡ്സ്, പിന്നെ കുറച്ചൊക്കെയാണ് ഈ പറഞ്ഞ പോലെ എന്തെന്നാ പറഞ്ഞ വയനയില പോലത്തെ അത്തരം കാര്യങ്ങളെല്ലാം. ആ കാലഘട്ടം എന്ന് പറയുന്നത് 25 BC. ആ കാലഘട്ടത്തിലാണ് ഈ ഒരു ഗോൾഡൻ പീരീഡ് തുടങ്ങുന്നത്. ഗോൾഡൻ പീരീഡ് തുടങ്ങാനുള്ള സാഹചര്യം എന്താണ്? അഗസ്റ്റസ് സീസണിന്റെ കാലത്ത് റോമക്കാര് ഗ്രീക്കുകാരെ തോപ്പിച്ച് ഈജിപ്തിന്റെ ഭരണം ഏറ്റെടുത്തു. അപ്പോ റോമക്കാർക്ക് വേണ്ടുന്ന സാധനങ്ങൾ അവർക്ക് കയ്യെത്താൻ പറ്റുന്ന ഒരു പാതയുടെ അറ്റത്ത് കിടക്കുന്ന നമ്മുടെ മുസിരിസ് വരെ എത്തി. അവർക്ക് ഫുൾ അവരെ കൺട്രോളിൽ വരുന്നു. അതാണ് അന്നത്തെ പൊളിറ്റിക്കൽ റീസൺ. അതിനുശേഷം നമുക്ക് പറയുന്ന, ഞാൻ ഈ ഒരു പർട്ടിക്കുലർ സീക്വൻസ് പോയിന്റ്സ് വെക്കുമ്പോൾ അതിലൊരു സീക്വൻസിങ്ങും കൂടെ ഉണ്ട്. എൻ്റെ എന്തെന്നാ പറയുന്നത്, ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ആ ഒരു ഏതൊക്കെ കാലഘട്ടത്തിൽ എന്തൊക്കെ ചേഞ്ചസ്, ആ ചേഞ്ച് റിഫ്ലക്ട് ചെയ്യത്തക്ക സീക്വൻസിലാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. അത് എന്തുകൊണ്ട് ഞാൻ അങ്ങനെ എത്തിയെന്നുള്ളത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണം, നിങ്ങൾക്ക് ബോധ്യമാകുന്നില്ല എങ്കിൽ. ഈ കോയിൻ അത് കഴിഞ്ഞ അവിടെ വരാൻ കാരണം, നമുക്ക് ഇതിനു മുമ്പ് നമ്മുടെ ലോക്കൽ കറൻസികളിലൊന്നിലും ആളുകളുടെ തലയുള്ളതോ മുഖമുള്ളതോ കോയിൻസ് ഇല്ല. മൗര്യൻ കോയിൻസ് നമുക്ക് ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ഈജിപ്ഷ്യൻ കോയിൻ ഇവിടെ വന്നെങ്കിലും ഒരു വൈഡ്ലി സർക്കുലേറ്റഡോ റെഗുലർ ആയിട്ട് നമുക്ക് അവരുമായിട്ട് എന്തെങ്കിലും ട്രേഡ് ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് അറിവില്ല. രണ്ടാമത്,
മാക്കോദൈ ഒരു കോയിനില്, ഇത് രണ്ട് സിൽവർ ആണ്. ആദ്യത്തേത് മാക്കോദൈ, ഇത് കുട്ടുവൻ കോദൈ. റോമൻ കോയിനിന്റെ പുറത്ത് നമ്മൾ ഓവർ സ്ട്രൈക്ക് എന്ന് പറയത്തില്ലേ, റീസ്ട്രൈക്ക് എന്ന് പറയുന്നതിനേക്കാൾ ഓവർ സ്ട്രൈക്ക് എന്ന് പറയുന്നതായിരിക്കും ശരി. ഓവർ സ്ട്രൈക്ക് ആയിട്ട് കിട്ടിയിരുന്ന മാക്കോദൈ കോയിൻസ് കൃഷ്ണമൂർത്തി സാറ് സ്റ്റഡി ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ കോയിൻ ഇറക്കുന്നതിന് മുമ്പ് റോമൻ കോയിൻ ഇവിടെ എത്തി. എന്നാൽ മാത്രമല്ല കോയിന്റെ പുറത്ത് നമുക്ക് അടിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ റോമൻ കോയിൻസിന് ശേഷം മാത്രമാണ്, അതായത് BC AD ആ കാലഘട്ടത്തിലാണ് ഈ കോയിൻസ് വന്നിരിക്കുന്നത്. അതായത് 25 BC മുതൽ അഗസ്റ്റസ് സീസറിന്റെ ഒക്കെ കോയിൻസ് ഇവിടെ വന്നു തുടങ്ങിയിരിക്കുന്നു. അതിന്റെ പുറത്തടിച്ച നാണയങ്ങളാണ് ഈ കാണുന്നത്. എല്ലാ കോയിനും അല്ല, നമുക്ക് ചില സ്പെസിമെൻ അങ്ങനെ കിട്ടിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇത് ഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ല പറഞ്ഞു കുഴപ്പമില്ല. സാർ ഇതിനകത്ത് ഒരു കൺസെപ്റ്റ് ആളുടെ മൊട്ടത്തല കണ്ടിട്ടാണ് സാറ് പറഞ്ഞത് ജീനമാരുടെ ഇൻഫ്ലുവൻസ് അല്ലേ ഇത് റിഫ്ലക്ട് ചെയ്യുന്നതെന്ന്. അന്നത്തെ കാലത്ത് ജൈനിസം ബുദ്ധിസം രണ്ടും ആയിരുന്നു പ്രധാനമായിട്ടും ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ലോക്കൽ മതങ്ങൾ ഉണ്ടായിരുന്നു. ലോക്കൽ മതങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനൊരു റോയൽ അല്ലെങ്കിൽ ഒരു ക്രോസ് പ്ലാറ്റ്ഫോം അപ്രീസിയേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ അവർ നോക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടുന്നത്, അതായത് ആളുകളുടെ എണ്ണത്തിലല്ല, സോഷ്യൽ സ്റ്റാറ്റസ് കിട്ടുന്നത് രണ്ടിതാണ്, ജൈനന്മാർക്കും ബുദ്ധന്മാർക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജാക്കന്മാര് അവരെ ഫേവർ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അക്കാലഘട്ടത്തിൽ പൊതുവെ നമുക്ക് ലിറ്റററി ആയിട്ട് കിട്ടുന്ന എവിഡൻസസ് എല്ലാം. അപ്പൊ തീർച്ചയായിട്ടും ഈ മൊട്ടത്തല അതിന്റെ ഭാഗമാകാം, അല്ലാന്നുണ്ടെങ്കിലും ഒരു പക്ഷെ പ്രായമായിട്ടുള്ള ആളാകാം. ഈ രണ്ട് ഓപ്ഷനും ഉണ്ട്, രണ്ടും തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇത് സാർ ആദ്യം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ഇത് ലോക്കലി സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പോയിന്റ് മാത്രമാണ്. കേരളം എന്നുള്ളതിന് മാത്രമുള്ള, അതായത് നമ്മുടേതായ ഒരു ഐഡന്റിറ്റി, ഞാൻ പറഞ്ഞു നമ്മുടേതായ ഒരു ഐഡന്റിറ്റി കൊണ്ടുവരണം എന്നുള്ളതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന അതിന്റെ റിസൾട്ട് ആയിട്ട് വരുന്നതാണ്. നമ്മുടെ സോഷ്യൽ, ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ സോഷ്യൽ ഇതെല്ലാം കൾച്ചറൽ ഇതെല്ലാം ഇതിനകത്ത് റിഫ്ലക്ട് ചെയ്യുന്നു പറഞ്ഞത് അത് തന്നെയാണ് സാർ ഇങ്ങോട്ട് ഇപ്പോൾ പറഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ അതിന്റെ കോണ്ടക്സ് ഞാൻ പറഞ്ഞു, ഞാൻ അത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് കോണ്ടക്സ് മനസ്സിലാവത്തില്ല. പക്ഷെ ഞാനത് ഡിസ്കസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് അതുമായിട്ട് കോറിലേറ്റ് ചെയ്ത് പോകാൻ പറ്റും. ആദ്യത്തെ ബോറിംഗ് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞതിന്റെ റീസൺ ആണ്, സാർ പറഞ്ഞത് തന്നെയാണ്. ഉണ്ട്, അങ്ങനെയുണ്ട്. ഹെൽമറ്റഡ് ഇത് നമുക്ക് പലയിടത്തും വെസ്റ്റേൺ കോയിൻസിൽ കാണുന്നുണ്ട്, എസ്പെഷ്യലി ഗ്രീക്ക് കോയിൻസിൽ. എവിടെ? അതെ, ഗ്രീക്ക് കോയിൻസിൽ ഹെൽമറ്റഡ് ബസ്റ്റ്, യുക്രട്ടൈഡ്സ്, പ്രത്യേകിച്ച് യുക്രട്ടൈഡ്സിന്റെ വളരെ ഫേമസ് ആണ് ഹെൽമറ്റഡ് ബസ്റ്റ് എന്ന് പറയുന്നത്. ആദ്യത്തത് രണ്ട് രാജാക്കന്മാരാണ്. കാരണം ആ സ്ക്രിപ്റ്റ് മാക്കോദ എന്നുള്ളതും കുട്ടുവൻ കോദ എന്നുള്ളതും നമുക്ക് സെപ്പറേറ്റ് വായിക്കാൻ പറ്റും. പക്ഷെ ഈ രണ്ട് പേരുടെയും ഡ്രസ്സ് കണ്ടോ, അത് ടിപ്പിക്കൽ റോമനാണ്. ഇവിടെ കാണുന്ന ഡ്രസ്സ്, കാരണം അവർ കിരീടം വയ്ക്കുന്ന പരിപാടി റോമൻസിന് കഴിയില്ല. അതേസമയം ഗ്രീക്കുകാർക്ക് ഇവിടെ കുറെ പൊടുക്കും തൊങ്ങലുകളൊക്കെ ഉള്ള ഗൗൺ പോലത്തെ ഡ്രസ്സാണ്. സിമ്പിൾ ഡ്രേപ്സ് എന്ന് പറയാൻ പറ്റില്ല, ഇത് പക്ക ഡ്രേപ്പ് എന്ന് പറയുന്ന കൂട്ടത്തിലാണ്. ഒരു കോളർ പോലെയാണ് നമുക്ക് കാണുന്നതെങ്കിലും ഇറ്റ്സ് എ ഡ്രേപ്പ്. അത് റോമൻ ഇൻഫ്ലുവൻസ് ആണ്. ഇത് ഹെൽമറ്റഡ് ബസ്റ്റ് പോലെ ഇരിക്കുന്നുണ്ട്, അത് തന്നെയാണ് അവർ ഉദ്ദേശിച്ചെന്ന് അറിയത്തില്ല, ആയിരിക്കാം. ഇതിനങ്ങനത്തെ ഒരു ലുക്ക് ഉണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, ഇത് കഴിഞ്ഞു. ഇത്രയും നേരം നമ്മൾ ആദ്യം പഞ്ചമാർക്ക് കണ്ടു. ഇനിയിപ്പോ ഈ ഒരു സ്റ്റേജ് വരുമ്പോൾ, കാരണം നേരത്തെ കണ്ടത് സിൽവർ ആണ്, നമുക്ക് സിൽവർ കോയിൻസ് നമ്മൾ സിൽവറിൽ തന്നെ ഇമിറ്റേറ്റ് ചെയ്തു. അതാണ് നേരത്തെ കണ്ടത്. ഇമിറ്റേറ്റ് ചെയ്തപ്പോൾ കൗണ്ടർ ഫീറ്റിംഗ് അല്ലായിരുന്നു. അതിലത്തെ പല കൺസെപ്റ്റ്സും എടുത്ത് നമ്മൾ റീജണലൈസ് ചെയ്തിട്ടാണ് ചെയ്തത്. നമ്മുടെ സോഷ്യൽ
കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് മെർജ് ചെയ്തിട്ടുള്ള ഇതാണ് നമ്മൾ ചെയ്തത്. ഇത് കോപ്പറിലുള്ള കോയിനാണ്. ഈ കോയിനിൽ പക്ഷെ എംബ്ലംസ് മിക്കവാറും എല്ലാം ടിപ്പിക്കലി പഞ്ച്മാർക്ക് കോയിൻസിൽ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കാണാം. അതില് 3 ആർച്ച്ഡ് ഹിൽ, ബോ വിത്ത് ആരോ, ടോറൻ ഷേപ്സ്, റിവർ, ഫിഷ്. എനിക്ക് തോന്നുന്നു ഇതൊരു ആനയാണെന്ന് തോന്നുന്നു, ഇത് അങ്കുശമാണെന്ന് തോന്നുന്നു. നമുക്ക് വേറെ കോയിൻസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ്. പക്ഷെ ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കൺഫേം ചെയ്യാൻ പറ്റില്ല. പഞ്ച്മാർക്ക് കോയിനെ പോലെ തന്നെ ഒരു സൈഡിലേ ഉള്ളൂ, രണ്ടാമത്തെ സൈഡ് ബ്ലാങ്ക് ആണ്. നേരത്തെ കണ്ട 2 സിൽവർ കോയിൻസും രണ്ടാമത്തെ സൈഡ് ബ്ലാങ്ക് ആണ്. അപ്പോ ഇത് അടുത്ത ഒരു സ്റ്റേജ് ആയിട്ടാണ് വരുന്നത്. കോപ്പർ കോയിനേജ് അവിടെ തുടങ്ങിയിരിക്കുന്നു, നമ്മുടേതായ കോപ്പർ കോയിനേജ്. ഇതും അതിന്റെ തന്നെ വേറൊരു സ്പെസിമെൻ ആണ്, ബോ ആൻഡ് ആരോ 3 ആർച്ച്ഡ് ഹിൽ. പക്ഷെ ഇത് ഞാൻ വെക്കാൻ കാരണം ഇവിടെ നമുക്ക് റോമൻ കോയിനിന്റെ പുറത്തടിച്ചതിന്റെ ഭാഗങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്, ഫെയിൻഡ് ആയിട്ട്. അതായത് യൂണിഫേസ് ആണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പുറത്തെ സൈഡിലെ എംബ്ലംസ് ഒന്നും ഉദ്ദേശിക്കുന്നില്ല, യൂണിഫേസ് കോയിൻസ് ആണ്. ഞാൻ നേരത്തെ കോയിൻ കണ്ടു, ഇതാണ് ടിപ്പിക്കൽ കോയിൻ. ഇതേ വെറൈറ്റി കോയിൻ തന്നെയാണ് ഇത്. പക്ഷെ റോമൻ കോയിൻ ഒരാൾ നിൽക്കുന്ന ആ കാല്, വയറ്, തല, കൈ, ഈ കൈ കുറച്ച് മുകളിൽ എന്തൊക്കെയോ കയ്യിൽ വെച്ചിട്ടുണ്ട്. ഒരു ഫെയിൻഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ക്ലിയർ അല്ല. അതായത് ഓവർ സ്ട്രൈക്ക്, അത് റോമൻ കോയിന്റെ പുറത്ത് ഓവർ സ്ട്രൈക്ക് ചെയ്ത് ഉണ്ടാക്കി എന്നുള്ളതാണിത്. റോമൻ കോയിൻസ് നമുക്ക് അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് അതിലേക്ക് വരാം. അപ്പോൾ ഈ റോമൻ കോയിന്റെ പുറത്ത് ഓവർ സ്ട്രൈക്ക് ചെയ്ത ഒരു കോയിനാണിത്. ഈ കോയിൻ നമുക്ക് തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് റോമൻ കോയിനേജ് ഇവിടെ വന്നതിന് ശേഷം മാത്രമാണ് ഈ ടൈപ്പ് ഓഫ് കോയിൻസ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. അതായത് ഫസ്റ്റ് സെഞ്ചുറി AD മാത്രമേ ഈ കോയിൻസ് ഇവിടെ ആയിട്ടുള്ളൂ. അതായത് നമ്മൾ സംഘം ചേരാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും സംഘം പീരീഡ് എന്താണ് 3rd സെഞ്ചുറി BC മുതൽ 3rd സെഞ്ചുറി AD. ഓക്കെ, ലിറ്റററി അതിനെപ്പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല, കാരണം ഓരോ വാക്കും അതേപ്പറ്റി പഠിച്ച് ഇന്റർപ്രറ്റ് ചെയ്താലേ അത് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് ഇത് പറയാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ തന്നെ നെക്സ്റ്റ് വെറൈറ്റിയാണ്. പക്ഷെ ഇതിനകത്ത് വന്നപ്പോ ഒബ്വേഴ്സിനകത്തും ബോ ആൻഡ് ആരോ വന്നു തുടങ്ങി. ഇതിന് ക്ലിയർ ആയിട്ട് ബോ ആൻഡ് ആരോ ഉണ്ട്. അപ്പോഴും ഇവിടെ വേറെ എംബ്ലംസിന്റെ ഫെയിൽഡ് ലെഫ്റ്റ് ഓവേഴ്സ് കാണാൻ സാധിക്കും. കാണുന്നുണ്ടോ? ഇത് ടിപ്പിക്കൽ ബോ ആൻഡ് ആരോ. അതിന്റെ ഞാണ് അധികം ക്ലിയർ അല്ല, ബാക്കി ഭാഗവും ആരോവും ക്ലിയർ ആണ്. ഏതാണ്ട് ഇതിന്റെ ഒരു റെപ്ലിക്ക തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നേരത്തെ കണ്ട കോയിനായിട്ട് കമ്പയറബിൾ, ഇതിന്റെ പ്രെഡിസസർ എന്ന് പറയാൻ പറ്റും, സക്സസർ എന്ന് പറയാൻ സാധിക്കും. ഇവിടെയും ഞാൻ ഈ പർട്ടിക്കുലർ പീസ് കാണിക്കാൻ റീസൺ, ഇതും റോമൻ കോയിനിന്റെ ഓവർ സ്ട്രൈക്ക് ആണ്. അല്ലെങ്കിൽ ഈ എംബ്ലംസ് ഫെയിൻഡ് മാർക്സ് ഇവിടെ വരത്തില്ല. യൂണിഫേസ് ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ പാടുള്ളൂ. അവിടെയാണ് നമ്മൾ വേറൊരു പോയിന്റ് കൂടെ ശ്രദ്ധിക്കേണ്ടത്. പെരിപ്ലസ് പറയുന്നുണ്ട്, ദേ ഓഫർ എ മാർക്കറ്റ് ഫോർ കോപ്പർ, ടിൻ, ലെഡ്. ഇത് മൂന്നും നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരുന്നു, നമ്മളത് അക്സെപ്റ്റ് ചെയ്തിരുന്നു. ഈ കോപ്പർ എങ്ങനെയാ കൊണ്ടുവരുന്നത്? ഇൻഗോട്ട്സ് ആയിട്ടൊന്നുമല്ല. റോമക്കാർ അതിനൊരു എളുപ്പവഴി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ സർക്കുലേഷനിൽ തേഞ്ഞും മാഞ്ഞു പോയ കോയിൻസ് അവർ തൂക്കി പറക്കി ഇങ്ങോട്ട് എടുത്തുകൊണ്ടുവരും. നമുക്ക് പക്ഷെ അത് പ്രോബ്ലം ഇല്ല, കാരണം നമ്മളത് സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വരുത്തുന്നതല്ല. നമുക്കതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ മാത്രമേ നമുക്ക് അതുകൊണ്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് നമ്മൾ കോപ്പർ എന്ന രീതിയിൽ ആ കോയിൻസ് അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിൽ കുറച്ച് കോയിൻസ് എങ്കിലും നമ്മൾ ഇവിടത്തെ കോയിൻസ് മിന്റ് ചെയ്യാൻ യൂസ് ചെയ്തു. അതാണ് നേരത്തെ കണ്ട ഇതിനകത്തും ഫെയിൽഡ് മാർക്സ് ഉണ്ടാകാനുള്ള റീസൺ. കൺഫ്യൂഷൻ ഇല്ലല്ലോ? അതായത് നമുക്ക് ലിറ്റററി എവിഡൻസ് കിട്ടുന്നുണ്ട് ഈ കോയിനിൽ ഇങ്ങനെ മാർക്സ് കിട്ടാനുണ്ടായ സാഹചര്യത്തെ പറ്റി. ഇതിന് ശേഷം ഇത് നേരത്തെ കണ്ട കോയിന്റെ ഡബിൾ വെയിറ്റ് ഉള്ള ഹയർ ഡെനോമിനേഷൻ,
അപ്പോഴും ഒരു സൈഡ് മാത്രമേ ഉള്ളൂ, രണ്ടാമത്തെ സൈഡ് ബ്ലാങ്ക് ആണ്. അതായത് അവരെ സംബന്ധിച്ച് ഫേസ് മാത്രമാണ് ആ കോയിനേജ്. അപ്പോഴും രണ്ടാമത്തെ ഫേസിൽ ഫെയിൽഡ് മാർക്സ് വരുന്നത് വേറൊരു കോയിന്റെ പുറത്തുള്ള, അതായത് ഓവർ സ്ട്രൈക്ക് ആയതുകൊണ്ട് അതിന്റെ ലെഫ്റ്റ് ഓവേഴ്സ് മാത്രമാണ്. അതിന്റെ അടുത്ത സ്റ്റേജ് കുറച്ചും കൂടെ ഒന്ന് നമ്മൾ അറേഞ്ച് ചെയ്തു നന്നായിട്ട്. ആനയ്ക്കൊരു പ്രോമിനൻസ് ഒക്കെ വന്നു. ഇതിപ്പോ നമ്മുടെ ഇവിടുത്തെ ടിപ്പിക്കൽ ഇവിടുത്തെ ഒരു ആന എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നു. അതായത് നമ്മുടെ ഡൈ കട്ടിങ് സ്കിൽസ് ഒക്കെ ശരിക്കും നമ്മളത് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങി. ഇവിടെ ബോനോന്റെ കൂടെ അങ്കുശം വന്നു തുടങ്ങി. ഇതുവരെ നമ്മൾ അങ്കുശം നേരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതായത് ഫസ്റ്റ് സെഞ്ചുറിയുടെ ഒരു പക്ഷെ സെക്കൻഡ് ഹാഫ്, അല്ലെങ്കിൽ അതെ സെക്കൻഡ് ഹാഫ്, ആ ഒരു കാലഘട്ടത്തിലായിരിക്കാം ഈ ഒരു ചേഞ്ച് ഉണ്ടായിരിക്കുക. അതായത് ആദ്യ സ്റ്റേജും ഇതും തമ്മിൽ വ്യത്യാസം കണ്ടല്ലോ. നേരത്തെ ബോനാരോ പഞ്ചമാക്കോയിലുണ്ടായിരുന്ന ബോനാരോ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു എംബ്ലമാണ്. നമ്മളത് അങ്ങനെ തന്നെ അഡോപ്റ്റ് ചെയ്തു. അതിനകത്ത് അങ്കുശം ആഡ് ചെയ്യാൻ മെനക്കെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ അങ്കുശം ഹൈലൈറ്റ് ചെയ്ത് തുടങ്ങി. ഇവിടെയും അങ്കുശം വരുന്നുണ്ട്, ഇവിടെയും അങ്കുശം വരുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ഇത് ലേറ്റർ പീരീഡിൽ ഒരു 1.5 നൂറ്റാണ്ട് കാലത്തേക്ക് നമ്മുടെ എല്ലാ പോയിന്റിലും സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് നമ്മൾ വെച്ചിരുന്ന ഒരു എംബ്ലമായിട്ട് മാറിയത്. ഞാൻ ആദ്യം പറഞ്ഞു ഓർക്കുന്നുണ്ടോ, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് അത് ഇമ്പോസ്ഡ് ആവുന്നത് ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ്. നമ്മുടെ കൾച്ചറൽ ഐഡന്റിറ്റീസ് നമ്മളിവിടെ അഡോപ്റ്റ് ചെയ്ത് തുടങ്ങി. ആ സീരീസിൽ പെടുന്നു. അത് കഴിയുന്ന ഒബ്വേഴ്സിൽ ആനയ്ക്ക് വളരെയധികം പ്രിഡോമിനൻസ് കിട്ടുന്നു. ഫ്രണ്ടില് ഒരു സ്റ്റാൻഡേർഡ് ഇതിൽ അത്ര ക്ലിയർ അല്ല. മുകളിൽ ട്രിഡന്റ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ്, ഇവിടെ സാധാരണ ഒരു ബാക്ക് ലാക്സ്, ഇത് രണ്ടും കൂടെ ചേർന്നുള്ള ഒരു എംബ്ലമാണ്. അത് നമ്മുടെ മാത്രം എംബ്ലം അല്ല, പാൻ ഇന്ത്യ ആ കാലഘട്ടത്തിലെ പല നാണയങ്ങളിലും അതുണ്ടായിരുന്നു. അപ്പൊ നമ്മുടേത് മാത്രമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇവ ചോളന്മാരും പാണ്ഡ്യന്മാരും ഇതേ സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യുന്നു. ഈ ഒരു സ്റ്റാൻഡേർഡ് മുകളിലുള്ള എംബ്ലംസ് ഒരുപാട് മാറും. മിക്കവാറും എല്ലാത്തിലും ഒരു 90% എല്ലാത്തിലും ആന തന്നെയാണ് വരുന്നത്. ആനേനെ നമ്മൾ ഡെപിക്റ്റ് ചെയ്യുന്നത് വളരെ ഭംഗിയായിട്ടായിരുന്നു. അതായത് നമ്മുടെ ഡൈ കട്ടിങ് സ്കിൽസ് എന്നൊക്കെ പറയുന്നത് ഒരുവിധം ഭംഗിയായി തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് സ്റ്റാൻഡ് ഞാൻ നേരത്തെ പറഞ്ഞു അങ്കുശം ബോനാരോ നമുക്ക് ഒരു സൈഡ് പിന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആയത്. അതിൽ തന്നെ വേറെ വെറൈറ്റി ബോനാരോ ഒക്കെ കുറച്ചും കൂടെയൊക്കെ ഒന്ന് കൊഴുത്തൊക്കെ വന്നു. ആനയൊക്കെ ഒരു 3D എഫക്റ്റ് ഒക്കെ ആയി തുടങ്ങി. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ട്രിഡന്റ് പ്ലസ് ബാക്ക്ലാക്സ് രണ്ടും കൂടെ വരുന്ന ഒരു കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് എന്നാണ് ജനറലി പറയുന്നത്. അധികാര ചിഹ്നം ആയിരിക്കണം അത് ഉദ്ദേശിക്കുന്നത്. ചിലതിൽ വളരെ റെയറായിട്ട് ഇതിൽ ഇവിടെ നിന്നൊക്കെ റിബൺ വരുന്നത് ക്ലിയർ ആയിട്ടുണ്ട്. അത് നമ്മൾ ഈ കൊടിതോരണങ്ങളൊക്കെ പൊതുവെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സാൻറ്റിറ്റി ഉള്ളതിലാണ് നമ്മൾ ജനറലി അത് എക്സിബിറ്റ് ചെയ്യുക. അത് തന്നെയായിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ കോയിൻ ഇതിനു മുമ്പ് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കോയിനാണ്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ സർക്കിൾസിൽ, ഞാനിത് കഴിഞ്ഞ ദിവസത്തെ സൗത്ത് ഇന്ത്യൻ ന്യൂസ്മാൻ സൊസൈറ്റിയിൽ പേപ്പറായിട്ട് അവതരിപ്പിച്ചു. ഇത് കണ്ടെത്തിയത് ഞാനല്ല, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തേ ഉള്ളൂ. ഈ കോയിന്റെ ഇമ്പോർട്ടൻസ്, ഈ കോയിൻ കിട്ടിയത് ഈജിപ്തിൽ നിന്നാണ്. ഈജിപ്തിൽ ഡയോസ് എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടുന്ന് കപ്പലുകൾ പോകുന്നത് പടിഞ്ഞാറ് റെഡ് സീ, ഈജിപ്തിന്റെ തീരത്തുള്ള ബെർണിക്കയിൽ നിന്ന് കോപ്റ്റോസ്, നൈലിന്റെ തീരമാണ് കോപ്റ്റോസ്, അതുവരെ ഒട്ടകപ്പുറത്ത് മരുഭൂമി കൂടെ പോകും. അത് കഴിഞ്ഞ് നൈലിൽ കൂടെ വടക്കോട്ട് അലക്സാൻഡ്രിയയിൽ നിന്ന് മെഡിറ്ററേനിയൻ കടലിൽ കാത്തു നിൽക്കുന്ന റോമൻ കപ്പലുകളിൽ ചരക്ക് നേരെ റോമിലെത്തിക്കും. അത് തന്നെയാണ് തിരിച്ചിങ്ങോട്ട് നടക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എത്തിയ നാണയമാണിത്. ഈ നാണയത്തിന്റെ ഇമ്പോർട്ടൻസ് അവിടുന്ന് കിട്ടിയെന്ന് മാത്രമല്ല, ഈ ഡയോസിന്റെ ഫോട്ടോ എന്ന് പറയുന്നത് നമ്മളതിനെ ചിലടത്ത് ഹൈഡ്രോമ എന്ന് പറയാം. ഹൈഡ്രോമ എന്നുള്ളത് റോമൻ യൂസേജ് ആണ്. അതിന്റെ അർത്ഥം അവിടെ വെള്ളം അവൈലബിൾ ആണ്. ഞാൻ ഈ പറഞ്ഞല്ലോ, ഈജിപ്ഷ്യൻ മരുഭൂമിയാണ്. ബെർണിക്ക എന്ന് പറയുന്ന സ്ഥലം മുതൽ നൈല് വരെയുള്ള ഭാഗം മരുഭൂമിയാണ്. നൈലിൽ ചെന്ന വെള്ളം കിട്ടും, പിന്നെ ഒരിടത്തും വെള്ളമില്ല. കടൽ തീരം എന്ന് പറഞ്ഞിട്ട് കാര്യത്തിൽ ഉള്ളേ ഉള്ളൂ.
അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വെള്ളം ഈ പറയുന്നവർ ഇവർക്ക് കിട്ടണമെങ്കിൽ ഈ കോട്ട പോലെ പണിതിരിക്കുന്ന അതിന് ഹൈഡ്രോമ എന്ന് റോമൻസ് പറയുന്ന ഈ ഡയോസിലുള്ള ഹൈഡ്രോമയിൽ നിന്നാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അവിടുത്തെ യാത്ര പകലല്ല, കാരണം ഡെസേർട്ട് ആയതുകൊണ്ട് ചൂട്, മാത്രമല്ല ഡയറക്ഷൻസ് അറിയാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവർ ചെയ്യുന്നത് പകല് കിടന്നുറങ്ങും, രാത്രി യാത്ര ചെയ്യും, കാരണം നക്ഷത്രങ്ങൾ അവർക്ക് വഴികാട്ടിയായിരിക്കും. അപ്പൊ പകല് സ്വസ്ഥമായിട്ട് ഇവർക്ക് കിടന്നുറങ്ങാനും ക്യാമറകള് ഇടാനും അവരുടെ ഗൂഡ്സ് സേഫ് ആയിട്ട് ഇരിക്കണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിനു വേണ്ടിയാണ് ഈ ഹൈഡ്രോമ എന്ന് പറയുന്ന ഫോർട്ട്ലെറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയും, ചെറിയ കോട്ടകളാണ്. ഇത്രയും പേർക്ക് പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഒരു ആരാധന കേന്ദ്രം കാണും, കാരണം ഇവർക്ക് എല്ലാവർക്കും അന്ന് ദൈവത്തിൽ അർപ്പിച്ചുള്ള യാത്രയാണ്. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിൽ എത്തുന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിട്ടല്ല ഇവരാരും ഇറങ്ങുന്നത്, അന്നത്തെ പോലെ ഒന്നും അല്ല അന്ന് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇത് അവിടുത്തെ ഒരു ടെമ്പിളിന്റെ സൈഡില് അവര് ഉപേക്ഷിച്ച രീതിയിലായിരുന്നു, കാരണം അവിടേക്ക് ഗോൾഡും സിൽവറൊക്കെ മതി, ഇത് ചെമ്പായതുകൊണ്ട് കാര്യമാക്കിയില്ല, അങ്ങനെ കിടന്നു. പക്ഷെ ഈ കോയിൻ നമുക്ക് ഈജിപ്തിൽ നിന്ന് കിട്ടിയതെന്ന് മാത്രമല്ല ഇമ്പോർട്ടൻസ്. ഈ ഡയോസ് എന്ന് പറയുന്ന ഫോർട്ട് 115 AD വരെ മാത്രമേ അത് ഉണ്ടായിരുന്നുള്ളൂ. സോറി, 115 അത് ബിൽഡ് ചെയ്തത്. 166 AD വരെ മാത്രമേ അത് ഫങ്ഷനിലായിരുന്നുള്ളൂ. അതായത് 166 AD ആന്റണൈൻ പ്ലേഗ് എന്ന് പറയുന്ന, അതായത് നമ്മുടെ ഇവിടെ മാരകമായിട്ട് നമ്മുടെ കോവിഡ് പോലെ ഒന്നും അല്ല, അന്നത്തെ കാര്യം നമ്മളൊക്കെ കോവിഡ് കൂടുതൽ പേടിച്ചു എന്നേ ഉള്ളൂ. അതായത് കൂടുതൽ സ്പ്രെഡ് ചെയ്യും, മറ്റൊരു അങ്ങനെയുള്ള സ്പ്രെഡും ചെയ്യും, ആള് ചാവുകയും ചെയ്യും. അങ്ങനത്തെ 2 പ്രധാന പ്ലേഗുകൾ വന്നിട്ടുണ്ടായിരുന്നു റോമില്. ഇത് ആദ്യത്തെ പ്ലേഗ് 166 AD. ഈ 166 AD ഫോർട്ട്, ഡയോസിലുള്ള ഫോർട്ട് അടച്ചു. അപ്പൊ ഫോർട്ടില് ഈ 166 ഉണ്ടായിരുന്ന ഫോർട്ട് അടച്ച്, ഫോർട്ടിനകത്തു നിന്നാണ് നമുക്ക് ഈ നാണയം കിട്ടിയിരിക്കുന്നത്. അതായത് ഈ നാണയം അടിച്ചിരിക്കുന്നത് 166 AD മുമ്പാണെന്നുള്ളതിന്റെ വലിയൊരു പ്രൂഫാണത്. അത് നമ്മുടെ സംഘകാല നാണയങ്ങൾ എന്നൊക്കെ കാഷ്വലായിട്ട് എല്ലാവരും പറയുന്നു എന്നുള്ളതല്ലാതെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇന്ന കോയിൻസ് ഇന്ന കോമ്പിനേഷൻസ് കണ്ടാൽ ഇന്ന കാലഘട്ടമാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു രീതി ആക്ച്വലി പോസിബിൾ ആണ്. ഞാൻ അതാണ് ആ സീക്വൻസ് എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞു. ഞാൻ പറഞ്ഞ സീക്വൻസ് ഞാൻ പർട്ടിക്കുലർ ഒബ്സർവേഷന്റെ പുറത്താണ്. അത് 166 AD ആയപ്പോഴത്തേക്കും നമ്മുടെ സംഘം കോയിനേജ് അതിന്റെ ഏറ്റവും നല്ല പിവറ്റൽ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു. 115 AD 166 AD ഇടയിൽ മാത്രം വർക്ക് ചെയ്തിരുന്ന ഡയോസിനകത്ത് നിന്ന് ഇത്തരം ഒരു കോയിൻ കിട്ടിയാൽ നമുക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കേരള ന്യൂസ്മാറ്റിക്സിനാണ്. അവരെ സംബന്ധിച്ച് വൺ എമംഗ് മെനി കോയിൻസ്, അല്ലാതെ അതിന് റിലവൻസ് ഇല്ല, നമുക്ക് അങ്ങനത്തെ റിലവൻസ് ഉണ്ട്. ആക്ച്വലി കുറച്ച് ഭാഗം പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ PowerPoint ആയിരുന്നു ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അന്നത്തെ കാലത്ത് ഞാൻ ഇത്രയും നേരം പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഞാൻ നോർത്താണ്, സൗത്താണ്, ഈസ്റ്റാണെന്നൊക്കെ പറഞ്ഞെങ്കിലും എല്ലാവർക്കും അത് വലുതായിട്ട് പിടികിട്ടി കാണണം എന്നുള്ളതായിരുന്നില്ല. ഈ കരൂര് ഈ ഭാഗത്ത് വരും. കരൂരിൽ നിന്ന് ഞാൻ നേരത്തെ പാലക്കാട് പാസിന്റെ കാര്യം, പാലക്കാട് പാസ് വഴി മുസ്ലിംസിലെത്തും. മുസ്ലിംസിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് വരുന്ന കപ്പലുകൾ, കാരണം ഇവിടെ നിന്നാണ് ബെർണിക്ക എന്ന് പറഞ്ഞ തുറമുഖം ഇവിടെയാണ്, റെഡ് സീ, അതുവഴിയാണ് മുസ്ലിംസിലേക്ക് വരുന്നത്. ട്രേഡ് വിൻഡിന്റെ സമയത്ത് ആ കാറ്റിന്റെ ശക്തിയിൽ ഇവിടെ എത്തും, മുസ്ലിംസിൽ തമ്പടിക്കും. ആ സമയത്ത് ഒരു 40 ദിവസത്തോളം ഇവർക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത് കപ്പലിൽ ലോഡ് ചെയ്യും. ആ സമയത്തൊക്കെ ഇവരിവിടെ അവർക്ക് വേണ്ടുന്ന അത്യാവശ്യം ഭക്ഷണമൊക്കെ അവരോട് കൊണ്ടുവരും. അവർ അരി ആഹാരം കഴിക്കില്ല, ഗോതമ്പ് അവർ കൊണ്ടുവരും. അവർക്ക് ആവശ്യമുള്ള വൈനോ ഫിഷ് സോസ് അതെല്ലാം അവർ കൂടെ കൊണ്ടുവരികയായിരുന്നു. അത് കഴിഞ്ഞ് അവർക്ക് ആരാധിക്കാൻ, നിങ്ങൾക്കറിയാം, പിറ്റേറിംഗ്യൻ ടേബിൾസിൽ ടെംപ്ലം അഗസ്റ്റസ് മുസ്ലിംസിലുണ്ട്. അതായത് ഈ 40 ദിവസം അവരിവിടെ മുസ്ലിംസിൽ കാത്തുകെട്ടി കിടക്കുമ്പോഴും അവർക്ക് ആരാധിക്കാൻ അവരുടേതായ ഒരു ആരാധനാലയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോ ഇതാണ് ബെർണിക്ക. ഈ ബെർണിക്കയിൽ നിന്നാണ് ഈ കോപ്റ്റോസ് എന്ന് പറയുന്ന നൈലിന്റെ തീരത്തേക്ക് പോകുന്നതിന്റെ ഇടയിലാണ് ഡയോസ്. ഈ ഡയോസിൽ നിന്നാണ് ഈ നാണയം കിട്ടിയിരിക്കുന്നത്.
അപ്പൊ യാത്ര എന്ന് പറയുന്നത് മനസ്സിലായല്ലോ. നൈലിക്കോട് അലക്സാൻഡ്രിയ, അലക്സാൻഡ്രിയയിൽ നിന്ന് റോം. ഇതായിരുന്നു അന്നത്തെ കച്ചവടപ്പാത. ഈ ആന്റോണി പ്ലേഗ് ഞാൻ നേരത്തെ പറഞ്ഞതിന് വേറൊരു ഇമ്പോർട്ടൻസും കൂടെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ പ്ലേഗ് വന്നപ്പോ ഈജിപ്തിലുള്ള ഈ ഫോർട്ടുകളെല്ലാം അടച്ച് എല്ലാവരും പോയി. കാരണം ഒരുപാട് മരണം സംഭവിച്ചു. അതോടെ നമ്മുടെ ട്രേഡ് അങ്ങ് നിന്നു. അതായത് 166 സമയത്ത് തുടങ്ങിയ പ്ലേഗ്, അതിനുശേഷം നമ്മൾ ക്ലച്ച് പിടിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ആ സുവർണ കാലഘട്ടം, അതായത് നമ്മൾ പാക്സ് റോമന എന്നാണ് അവരതിനെ പറയുന്നത്, റോമിന്റെ സുവർണ കാലഘട്ടം. ആ റോമിന്റെ സുവർണ കാലഘട്ടം തന്നെയായിരുന്നു കേരളത്തിന്റെയും പഴയ കേരളത്തിന്റെയും സുവർണ കാലഘട്ടം. കാരണം ഇതിനു ശേഷം നമുക്ക് വേറെ സ്റ്റേജിലേക്ക് കോയിൻസ് ഇവോൾവ് ആകുന്നതിന്റെ ഒരു പ്രൂഫും കിട്ടിയിട്ടില്ല. ഇപ്പോ ആ കോയിൻസിന്റെ സീക്വൻസ് ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. നമ്മൾ സംഘകാലം കോയിൻസ് എന്ന് പറഞ്ഞാൽ പല കോയിൻസും നമ്മൾ മുന്നിൽ കൂടെ പോകുമ്പോഴും ഇതിനൊരു സീക്വൻസ് ഉണ്ട്. ഓരോന്നിനും നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഡേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഒരു ക്വാർട്ടർ ഓഫ് എ സെഞ്ചുറി അത്രയും അക്രസിയോടുകൂടി. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ടോപ്പിക്.